അപ്പൊ എല്ലാവർക്കും എം കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഇവർക്ക് സ്വാഗതം. നമ്മൾ ഡിമാൻഡിന്റെയും സപ്ലൈ മീൻസ് എക്കണോമിക്സിന്റെ തന്നെ ബേസിക് കോൺസെപ്റ്റ്സ് ഡെഫിനിഷൻസ് അതിന്റെ ക്ലാസ്സും പിന്നെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറും എടുത്താലേ നമുക്ക് ക്ലാസ് പഠിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിന്റെ പിന്നെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. അപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിലേക്ക് പോകാം. നമ്മൾ ഓൾറെഡി ഒരു ഡെമോ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ജസ്റ്റ് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വായിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആ ക്വസ്റ്റ്യൻസിനകത്ത് തന്നെ ചിലപ്പോൾ അതിന്റെ ഉത്തരവും കാണും. ഇപ്പൊ ചിലപ്പോൾ ഡിമാൻഡിന്റെ കാര്യം ചോദിക്കുമ്പോൾ സപ്ലൈയുടെ ഓപ്ഷൻസ് തന്നെ ഉണ്ടാവും. ഇപ്പൊ സപ്ലൈയുടെ കാര്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിനെ ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റും. എലിമിനേഷൻ മെത്തേഡ് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കേസാണ്, അത് ചില ടെക്നിക്കൽ ടേമുകൾ ഉണ്ടാവും. ചിലപ്പോൾ സയന്റിസ്റ്റ് അല്ലെങ്കിൽ എക്കണോമിക്സിന്റെ പേരുകളായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയണ്ട, നമ്മൾ ചില ടേമുകളായിരിക്കും. ഇപ്പം വരുന്നതിനകത്തുണ്ട് മിസ്സേഴ്സ് എന്ന് പറയുന്ന ടേം ഉണ്ട്. അപ്പൊ അതുപോലെ പല ടേമുകൾ ഉണ്ടാവും. ഈ ടേമുകൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള അതിനകത്ത് ബുദ്ധിമുട്ട്, അല്ലാതെ വേറെ പാടില്ല അതിനകത്ത്. അപ്പം ബേസിക്കലി അപ്പൊ ആ ടേമുകളെ കുറിച്ചൊന്ന് ഫെമിലർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നോട്ട്സ് കൃത്യമായിട്ട് വായിക്കുക. നോട്ട്സ് ഒന്ന് മനസ്സിലാക്കി വെച്ചത്, ഡീപ്പായിട്ട് പഠിക്കണ്ട. പിന്നെ അസംഷൻസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. അസംഷൻസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസിനെ ഇട്ടിട്ടുണ്ട്. സത്യത്തിൽ അസംഷൻസ് ഡീപ്പായിട്ട് ചോദിക്കുന്നതല്ല, പക്ഷേ ഇൻ കേസ് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് കുഴഞ്ഞു പോകാൻ സാധ്യതയുള്ളൂ. കാരണം നമ്മൾ തിയറിക്കകത്ത് പറയുന്നുണ്ട് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി, പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ആൾക്കാർ സയന്റിസ്റ്റുകൾ ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ അസംഷൻ ഓഫ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇതിലൊരു 10 സെക്കൻഡ് നിങ്ങൾ നോക്കുക. 10 സെക്കൻഡിനുള്ളിൽ തന്നെ ഉത്തരം പറ്റണം. കാരണം വെച്ചാൽ ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെയൊക്കെ. അപ്പൊ അസംഷൻസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനകത്ത് പറഞ്ഞേക്കുന്ന ആദ്യത്തെ ഓപ്ഷൻ കോൺസ്റ്റന്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി, ഇൻഡിപെൻഡന്റ് യൂട്ടിലിറ്റീസ് ഓഫ് ഗുഡ്സ്, പിന്നെ റാഷണൽ കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഇൻക്രീസിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ചോദ്യം എന്താ? നോട്ട് ആൻഡ് അസംഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലെ? അപ്പം നോട്ട് ആൻഡ് അസംഷൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നോട്ട് ആൻഡ് അസംഷൻ എന്ന് പറയുമ്പോൾ എന്താ അവിടെ വരേണ്ടത്? ഇതിനകത്ത് വരാത്തതെന്നാണ്. അപ്പം നമുക്ക് ബേസിക്കലി ഏതൊക്കെയാണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ അസംഷൻസ് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പം നമുക്കറിയാതെ കാർഡിനൽ മെഷറബിലിറ്റി ഓഫ് യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് കാർഡിനൽ അപ്രോച്ച് ആണ് വെക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? യൂട്ടിലിറ്റി മെഷറബിൾ ആണ് ഇൻ ടേംസ് ഓഫ് യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത് മെഷറബിൾ ആണ്. കാർഡിനൽ അപ്രോച്ചിൽ മെഷറബിൾ ആണെന്നാണ് LDMU പറയുന്നത്. പിന്നെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് MUM ഇസ് എ കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അയാൾക്ക് ബാക്കി എന്തിന്റെ യൂട്ടിലിറ്റി മാറാം, പക്ഷെ അയാൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ രൂപയ്ക്കും ഇപ്പൊ 1 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും 2 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും അയാൾക്കുള്ള ആ മണിയുടെ യൂട്ടിലിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ ഇൻഡിപെൻഡന്റ് യൂട്ടിലിറ്റീസ് എന്ന് വെച്ചാൽ ഏതൊരു ഗുഡ് ആയിക്കോട്ടെ അതിന് ഡിവിസിബിലിറ്റി ഇല്ല. എന്ന് വെച്ചാൽ അതിനെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് കാണുന്നത്. ഓരോ ഗുഡ്സിനും അതിൻ്റെതായ യൂട്ടിലിറ്റി ഉണ്ട്, അത് മറ്റൊരു ഗുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ സത്യത്തിൽ ഇതിനകത്ത് പറയുന്ന അസംഷൻസ് എല്ലാം റിയൽ ലൈഫിൽ റോങ് ആണ് സത്യത്തിൽ. കാരണം നമുക്ക് ചില ഗുഡ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഇൻഡിപെൻഡന്റ് യൂട്ടിലിറ്റീസ് ആണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ കൺസ്യൂമർ റാഷണൽ ബിഹേവിയർ ആയിരിക്കണം. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആൻഡ് ഇൻകം ഷുഡ് ബി കോൺസ്റ്റന്റ്. ഇത് പക്ക നമ്മൾ ആ തിയറി അറിഞ്ഞിരുന്നാൽ മാത്രം മതി എന്നുള്ളത് സിമ്പിൾ ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താ വരേണ്ടത്? ഇൻക്രീസിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. കാരണം എന്താ? കോൺസ്റ്റന്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഉണ്ട്, ഇൻഡിപെൻഡന്റ് യൂട്ടിലിറ്റി ഓഫ് ഗുഡ് ഉള്ളതാണ്, റാഷണൽ കൺസ്യൂമർ ബിഹേവിയർ ഉള്ളതാണ്. മാർജിനൽ യൂട്ടിലിറ്റി ഇൻക്രീസിംഗ് ആവരുത്, കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇവിടെ മണി എന്ന് പറഞ്ഞില്ല എങ്കിൽ പോലും മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിലും ഈ മാർജിനൽ യൂട്ടിലിറ്റി കോൺസെപ്റ്റും അതുപോലെ തന്നെ ടോട്ടൽ യൂട്ടിലിറ്റി കോൺസെപ്റ്റും നന്നായിട്ട് മനസ്സിലായിരിക്കണം. അത് നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. എന്തായാലും ഞാൻ പറഞ്ഞുതരാം മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്, അതിന് ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം D ആണ്, അത് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദി പോയിന്റ് ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഫോർ എ കൺസ്യൂമർ എന്നാണ് ചോദിച്ചത്. അപ്പം ഇവിടെ നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്, ടോട്ടൽ യൂട്ടിലിറ്റി എന്താണെന്ന് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക ജസ്റ്റ് ബേസിക്കലി. അപ്പൊ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി എടുക്കുക, ഇപ്പൊ ഒരു മാങ്ങ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് ആയിക്കോട്ടെ. ഫോർ എക്സാമ്പിൾ ഒരു ബിസ്ക്കറ്റ് ആണെങ്കിൽ നമ്മൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചാൽ അതിനകത്ത് 10 ബിസ്ക്കറ്റ് ഉണ്ട്. ആദ്യത്തെ ബിസ്ക്കറ്റ് നിന്നപ്പോൾ എനിക്ക് 5 യൂട്ടിൽസ് ഫോർ എക്സാമ്പിൾ കൺസിഡർ ചെയ്യാൻ 5 യൂട്ടിൽസ് എനിക്ക് ഇത് കിട്ടി നോക്കുക. അപ്പം അടുത്ത യൂണിറ്റ് കഴിക്കുമ്പം എനിക്ക് എത്ര കിട്ടുന്നു? ദാറ്റ് ഈസ് ദ അഡീഷണൽ യൂട്ടിലിറ്റി ദാറ്റ് ഈസ് ഡിറൈവ്ഡ് ബൈ കൺസ്യൂമിങ് ഒരു അഡീഷണൽ ക്വാണ്ടിറ്റി. ഒരു യൂണിറ്റ് കൂടുതൽ കഴിക്കുമ്പം എനിക്ക് എത്ര അഡീഷണൽ ആയിട്ടാണ് യൂട്ടിലിറ്റി കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ അവിടെ എന്ത് നോക്കുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഇപ്പൊ 10 അതിൽ 5 കഴിച്ചു നോക്കുക, അല്ലെങ്കിൽ 10 കഴിച്ചു നോക്കുക. അപ്പൊ 10 കഴിക്കുമ്പോൾ ടോട്ടൽ എനിക്ക് എത്ര യൂട്ടിലിറ്റി കിട്ടി, അതാണ് അതിന്റെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പം
ഒരു കൺസ്യൂമറിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, ഞാൻ ഇനി ഒരു യൂണിറ്റ് പോലും അഡീഷണൽ കഴിച്ചാൽ എനിക്കിനി എന്ത് കിട്ടരുത്, അതിൽ നിന്ന് യൂട്ടിലിറ്റി കിട്ടരുത് എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് കഴിക്കുമ്പോഴേ എനിക്ക് യൂട്ടിലിറ്റി കിട്ടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായി? ഇപ്പൊ ഞാനൊരു ബിസ്ക്കറ്റ് കഴിച്ചു, എനിക്ക് വീണ്ടും വീണ്ടും ബിസ്ക്കറ്റ് കഴിക്കാൻ തോന്നുന്നത് അതിന് യൂട്ടിലിറ്റി ഉണ്ടായോണ്ടാ. നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യം നമ്മൾ കൺസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായി? അപ്പൊ കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആവശ്യകത ഉണ്ടെന്നാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പ്രകാരം പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ അഡീഷണൽ ക്വാണ്ടിറ്റി കൺസ്യൂംഡ്, അത് കാരണമുള്ള അഡീഷണൽ യൂട്ടിലിറ്റി അത് എന്തായിരിക്കണം? അത് സീറോ ആയിരിക്കണം. മനസ്സിലായി? അപ്പം മാർജിനൽ യൂട്ടിലിറ്റി സീറോ ആകുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? നമ്മുടെ കൺസ്യൂമറിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത്. ഈ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആവുന്നതാണ്. ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആവുമ്പോൾ എന്ത് സംഭവിക്കും? മാർജിനൽ യൂട്ടിലിറ്റി സീറോ ആവും. ഇതൊരു വൺ ഓഫ് ദ ബേസിക് മീൻസ് നമ്മൾ മനസ്സിലാക്കേണ്ട LDMU നിന്ന് മീൻസ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു മീൻസ് ഒരു റിസൾട്ടാണ് അതിന്റെ. ഓക്കെ, ഇനി ഇത് ബേസിക്കലി ചിലപ്പോൾ ഒറ്റ ക്വസ്റ്റിനെ ചോദിക്കത്തുള്ളായിരിക്കും. പക്ഷെ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ചധികം മീൻസ് എക്കണോമിസ്റ്റുകളുടെ പേരൊന്ന് ഫെമിലറൈസ് ചെയ്ത് വെച്ചിരിക്കണം. കാരണം എക്കണോമിക്സിൽ ഏറ്റവും കൂടുതൽ ടഫാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യത്തെ പിടിച്ച് ഓപ്ഷൻസ് വെച്ചിട്ട് ടഫാക്കുന്നത്. അതിനകത്തൊരു രീതിയാണിത്. വിച്ച് എക്കണോമിക്സ് ഇസ് അസോസിയേറ്റഡ് വിത്ത് കാർഡിനൽ അപ്രോച്ച് ടു യൂട്ടിലിറ്റി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിപ്പം പഠിച്ചവരാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും ആരാന്നുള്ളത്. ആൽഫ്രഡ് മാർഷലാണ് അതിന്റെ ഉത്തരം. കാർഡിനൽ അപ്രോച്ച് കൊണ്ടുവന്നത് ആൽഫ്രഡ് മാർഷലാണ്. അത് അപ്പൊ അവിടെ ചോദ്യം വരും നമുക്ക്, അല്ല അത് ചോദ്യം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് പറയുന്ന ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. വിൽഫ്രഡ് പാരേറ്റോ, ജോൺ മൈനാർഡ് കീൻസ്, ആഡം സ്മിത്ത്. അപ്പൊ ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആഡം സ്മിത്ത് ഏറ്റവും ഏറ്റവും ക്ലാസിക്കൽ ഓർ ട്രഡീഷണൽ എക്കണോമിക്സ് കൊണ്ടുവന്നതാണ് ആഡം സ്മിത്തിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആള് പറഞ്ഞത് മീൻസ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറയുന്നത് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന ബുക്ക്, അതിനകത്ത് മേജർ ബുക്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ വെൽത്ത് ഓഫ് നേഷനിൽ പറയുന്നത് വെച്ചാൽ എന്താ പറയണ്ടേ, എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്ത് തന്നെ വെൽത്ത് ഒരു പക്ക വെൽത്ത് ഡെഫിനേഷൻ കൊടുത്തു. എന്ന് വെച്ചാൽ സമ്പത്ത് വ്യവസ്ഥ വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത് അതിന്റെ എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തത്. പക്ഷെ അവിടെ വെൽഫെയറിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ വെൽഫെയറിനെ കുറിച്ച് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് വെൽഫെയറിനെ കുറിച്ച് പറഞ്ഞ ഒരാളാണ് യഥാർത്ഥത്തിൽ ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്നത്. മാർഷലിന്റെ ആണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത് വെൽഫെയർ ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് എന്നത്. ഇവിടെ വെൽത്ത് ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ്. അതിന്റെ ബുക്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ബുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഈ പാർഷ്യൽ ഇക്വിലിബ്രിയം ഇലാസ്റ്റിസിറ്റി എല്ലാം ഒന്നും അറിയണ്ട. ബേസിക്കലി കൺസ്യൂമർ സർപ്ലസ് ഉണ്ട്. പക്ഷെ നിങ്ങളിപ്പോ ചോദിക്കുകയാണെങ്കിൽ എല്ലാ സാധനവും ഇതിനകത്തുള്ളത്. അപ്പൊ കൺസ്യൂമർ സർപ്ലസ് ആരെ കൊണ്ടുവന്ന് വെച്ചാൽ ആൽഫ്രഡ് മാർഷലാണ് കൊണ്ടുവന്നത്. പിന്നെ ടൈം ലൈൻ വെച്ചാണ് നമ്മൾ എഴുതിയേക്കുന്നതിനകത്ത്. അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാനാ. ഇപ്പൊ റിക്കാർഡോ പറയുന്നത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആണ്, റെന്റ് തിയറി, ലേബർ തിയറി ഓഫ് വാല്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും പല പല ആസ്പെക്ട്സ് ഓഫ് എക്കണോമിക്സ് ആണ്. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ എക്കണോമിക്സിനകത്താണ് വരുന്നത്. റെന്റ് തിയറി എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സിൽ തന്നെ വരുന്നതാണ്. പക്ഷെ ഇതെല്ലാം പല വിഭാഗങ്ങളിൽ കിടക്കുക. അപ്പൊ നമ്മൾ തിയറി പഠിക്കുമ്പോൾ അത് വൃത്തിക്ക് പഠിക്കുമ്പോൾ നമുക്ക് ആ ആൾക്കാരുടെ പേര് അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ. ഇയർ ഇമ്പോർട്ടന്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈം ലൈൻ അറിഞ്ഞാലാണ് ബാക്കി ചെയ്യാൻ പറ്റുക. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതുപോലെ തന്നെ മാർഷൽ ഉണ്ട്. അപ്പൊ മാർഷലിന്റെ ആണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് വെൽഫെയർ ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിനുശേഷം സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഉണ്ട്. സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആണ് ലയണൽ റോബിൻസ് നോക്കിയത്. സ്കേഴ്സിറ്റി ഡെഫിനിഷൻ സ്കേർഡ് സെൻസും നീഡ്സും വെക്കാനാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് എന്നാണ് ലയണൽ റോബിൻസ് പറഞ്ഞത്. പിന്നെ വന്നത് ഗ്രോത്ത് ഡെഫിനിഷൻ ബൈ പോൾ സാമുവൽസൺ. സാമുവൽസന്റെ ആണ് നമ്മുടെ ഗ്രോത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അവിടെ അദ്ദേഹം പറഞ്ഞത് ഗ്രോത്ത് ഉണ്ടാവണം, വെൽഫെയർ ഉണ്ടാവണം, അതുപോലെ സ്കേഴ്സിറ്റി ഉണ്ടായത് കൊണ്ടാണ് എന്താ പറയുന്നത് ഡിമാൻഡ് കൂടുന്നത് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞു അദ്ദേഹം. പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആൽഫ്രഡ് മാർഷൽ വൃത്തിക്ക് തന്നെയാണ് വെൽഫെയറിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷേ മെറ്റീരിയലിസ്റ്റിക് വെൽഫെയർ മാത്രമാണ് പറഞ്ഞത്. ഇമ്മെറ്റീരിയലിസ്റ്റിക് വെൽഫെയർ ലൈക്ക് സർവീസസ്, നമ്മുടെ ടീച്ചർമാർ നൽകുന്ന സർവീസസ് ആണ്, ഇപ്പൊ ഒരു ഡോക്ടർ നൽകുന്ന സർവീസസ് ആണ്. അപ്പൊ അങ്ങനെ സർവീസസിനെ കുറിച്ച് ഒന്നും തന്നെ ആര് പറഞ്ഞിട്ടില്ല, ആൽഫ്രഡ് മാർഷൽ പറഞ്ഞില്ല. അപ്പം അതുകൊണ്ടാണ് പലതരം ഡെഫിനിഷൻസ് എക്കണോമിക്സിന് തന്നെ വന്നത്. അപ്പൊ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കുന്ന 4 തരം ഡെഫിനിഷൻസ്, ഒന്ന് വെൽത്ത്, വെൽഫെയർ, പിന്നെ സ്കേഴ്സിറ്റി ആൻഡ് ഗ്രോത്ത് ഡെഫിനിഷൻ ആണ്. പിന്നെ ഈ ജോൺ മൈനാർഡ് കെയ്ൻസ് അദ്ദേഹം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഉണ്ടാവാൻ കാരണമാണ് കെയ്ൻസ് എന്ന് പറഞ്ഞത്. കെയ്ൻസിന്റെ മാക്രോ
ആസ്പെക്ട് വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുന്നത്, ഈ നമ്മളൊരു എക്കണോമിക്സിനെ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലോ ഒരു ഫേമായിട്ടോ മാത്രമല്ല പഠിക്കേണ്ടത്, എക്കണോമിക്സിനെ ആസ് എ ഹോൾ, ഒരു എക്കോണമി, ഒരു നേഷൻ ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞത് ജോൺ മൈനാർഡ് കെയ്ൻസ് ആണ്. അപ്പൊ കെയ്ൻസിന്റെ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി, ഇതിനകത്ത് ബുക്സ് നോക്കുമ്പോൾ എന്തൊക്കെയെന്ന് പറഞ്ഞ് നോക്കേണ്ട രണ്ടാൾക്കാരുടെ ബുക്സ് ആണ് നമ്മുടെ കെയ്ൻസിന്റെയും ആഡം സ്മിത്തിന്റെയും. അതെന്തായാലും നോക്കണം. പിന്നെ മാർഷലിന്റെയും വലിയ പാടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്നാണ് പേര്. അപ്പൊ അത് ബേസിക്കലി ഈ 3 ബുക്കെങ്കിലും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ അത് ഇത്ര അറിഞ്ഞിരിക്കണം. പിന്നെ മാർക്സിയൻ അപ്രോച്ച് ഒക്കെ ഉണ്ട്. മാർക്സിയൻ അപ്രോച്ച് ആണ് നമ്മളുടെ കാർൽ മാർക്സിൽ ഇട്ടേക്കുന്നത്. അത് സോഷ്യലിസ്റ്റ് അപ്രോച്ച് ആണ് യഥാർത്ഥത്തിൽ. അപ്പം അപ്പം അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിസത്തെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയായിരുന്നു മാർക്സിയൻ അപ്രോച്ച്. അപ്പം ബേസിക്കലി ഇതെല്ലാം പറയണം. പിന്നെ വിൽഫ്രഡ് പാരറ്റോ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ പാരറ്റോ എഫിഷ്യൻസി ഓർ പാരറ്റോ ഒപ്റ്റിമാലിറ്റി പറയും. എന്ന് വെച്ചാൽ ഒരാൾക്ക് എങ്ങനെ, രണ്ടാൾക്കാർക്ക് 2 ഗുഡ്സ് വേണം, അപ്പൊ അതിൽ എങ്ങനെ വെൽഫെയറിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കണം വിൽഫ്രഡ് പാരറ്റോ എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടത് പാരറ്റോ ഒപ്റ്റിമാലിറ്റി ഓർ വെൽഫെയറിന് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ്. വെൽഫെയർ ക്രൈറ്റീരിയ പറഞ്ഞ ആളാണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ പിഗോ എന്ന് പറയുന്ന ആളുടെ പേരിനകത്തുണ്ട്. കാരണം വെച്ചാൽ പിഗോവിയൻ ടാക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഈ പിഗോവിയൻ ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് എക്കണോമിക്സ് എന്ന് പറഞ്ഞ വേറൊരു വിഭാഗമുണ്ട്. സത്യത്തിൽ നമ്മുടെ PSC ലെവലുകളിൽ മിക്കവാറും എക്സാമുകളിൽ കാണാറില്ല. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പുതിയ ക്വസ്റ്റ്യൻസിനാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞ അഗ്രികൾച്ചർ ഓഫീസർ എക്സാം ആയിക്കോട്ടെ, അതിന് തന്നെ ചോദിച്ചിരുന്നത് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പം ഇനി ചിലപ്പം ഫിനാൻസ് ലെവലിലോ അല്ലെങ്കിൽ മാക്രോ ആസ്പെക്ട്സ് ഒന്നും സത്യത്തിൽ ചോദിക്കാറില്ല വലുതായിട്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ എക്കണോമിക്സ്, പിന്നെ നാച്ചുറൽ റിസോഴ്സ് എക്കണോമിക്സ്, ഇതൊക്കെ ചോദിക്കാം. കാരണം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഇടുന്ന സാർ ചിന്തിക്കുന്നത് എന്ന് നമുക്കൊരു ഐഡിയ വേണം. അപ്പൊ അവർക്ക് ചിലപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് അപ്പൊ നമ്മൾ പഠിക്കാതെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് കാണാതിരിക്കണം. ഓക്കെ, മനസ്സിലാവാതിരിക്കണം, അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ബേസിക്കലി അറിഞ്ഞിരിക്കുക ആഡം സ്മിത്ത് ആണ് സത്യത്തിൽ ക്ലാസിക്കൽ എക്കണോമിക്സ് പിന്നെ ആൽഫ്രഡ് മാർഷലാണ് സത്യത്തിൽ നിയോ ക്ലാസിക്കൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഈ ട്രഡീഷണൽ അപ്രോച്ചിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം കൊണ്ടുവന്ന് കൺസ്യൂമർ സർപ്ലസിനെ കുറിച്ച് പറഞ്ഞു. സർപ്ലസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ അതിന് കൃത്യമായിട്ട് പറയുന്നത് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് എന്താ പറയുക, ഇത്ര ഒരു എന്താ പറയുക, ഒരു പേനയ്ക്ക് ഇത്ര മൂല്യമുണ്ട്. എനിക്കൊന്ന് ഞാൻ ഡെമോ ക്ലാസ്സിലോ കൺസ്യൂമർ സർപ്ലസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കൊടുക്കാൻ തയ്യാറായത് 100 രൂപയാണെങ്കിൽ എനിക്ക് ഒറിജിനൽ വില 50 രൂപയാണെങ്കിൽ ഞാൻ ആ 50 രൂപയ്ക്കുള്ള മൂല്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. 50 രൂപ എക്സ്ട്രാ മൂല്യമാണ്. അപ്പൊ പക്ഷെ എനിക്കത് കൊടുക്കേണ്ടി വന്നില്ല. അത് എന്റെ സർപ്ലസ് ആണ്. ഒരു കൺസ്യൂമറെ സംബന്ധിച്ച് അയാളുടെ സർപ്ലസ് ആണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഓരോ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആൽഫ്രഡ് മാർഷൽ ആയിരുന്നു. ഓക്കെ, അത് ബേസിക്കലി ക്ലിയർ ആയെന്ന് തോന്നുന്നു. അത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ അതിന്റെ പിന്നിലുള്ള ഓപ്ഷൻസ് കൂടെ അതൊന്നും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. ഈ കണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടോ? വാട്ട് ഹാപ്പൻസ് വെൻ MUX, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എ കമ്മോഡിറ്റി എക്സ്, ഗ്രേറ്റർ ദാൻ പ്രൈസ് ഓഫ് ഇറ്റ്സ് പ്രൈസ്, അതിന്റെ പ്രൈസിനെക്കാട്ടിലും എന്ത് പറയുന്നു, മാർജിനൽ യൂട്ടിലിറ്റി ആണ് കൂടുതൽ എന്ന് പറയാന്ന് വെച്ചോ. അങ്ങനെ വരികയാണെങ്കിൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അതാണ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ മാർജിനൽ യൂട്ടിലിറ്റി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? പ്രൈസിനെക്കാട്ടിലും ഇപ്പൊ ഒരു കമ്മോഡിറ്റി, ഫോർ എക്സാമ്പിൾ ഇപ്പം ആട്ട എടുക്കുമ്പോൾ നമുക്ക് 50 രൂപയ്ക്ക് ആട്ട കിട്ടുന്ന ഓപ്ഷൻ. അപ്പൊ ഈ 50 രൂപയുടെ ആട്ടയ്ക്ക് എന്റെ മാർജിനൽ യൂട്ടിലിറ്റി ആണ്, എനിക്ക് അതിന്റെ 50 രൂപയെക്കാട്ടിലും എന്റെ മാർജിനൽ യൂട്ടിലിറ്റി കൂടുതലാണ് എന്ന് പറയുമ്പോൾ എന്താ, ഞാൻ അവിടെ 60 രൂപ കൊടുക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ 70 രൂപ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പം കൺസ്യൂമർ എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, കൺസ്യൂമർ കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് മാർജിനൽ യൂട്ടിലിറ്റി കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ മാർജിനൽ യൂട്ടിലിറ്റി അവിടെ കൂടുതലാന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ കമ്മോഡിറ്റിയെ നമ്മൾ കൂടുതൽ മേടിച്ച് നമ്മളുടെ മാർജിനൽ യൂട്ടിലിറ്റി കുറയ്ക്കണം. അൺടിൽ എപ്പോ വരെ പ്രൈസ് ഓഫ് ഇറ്റ്സ് കമ്മോഡിറ്റി ആയിട്ട് ഈക്വൽ ആവുന്ന വരെ നമുക്കത് മേടിക്കാം എന്നാ പറഞ്ഞത്. എനിക്ക് ഏറ്റവും ആഗ്രഹം ആപ്പിൾ തിന്നാനാണെങ്കിൽ മറ്റൊരാൾക്ക് ചിലപ്പോൾ ആപ്പിൾ ആയിരിക്കണമെന്നില്ല അതേ പൈസക്ക്, അപ്പം വേറൊരു പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പൊ ആ പ്രോഡക്റ്റിലേക്ക് ആ ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ആ ഒരു ഗുഡിനെ എന്ത് ചെയ്യണം, കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് വഴി അയാളുടെ മാർജിനൽ യൂട്ടിലിറ്റിയെ കുറച്ച് കൊണ്ടുവരണം. അതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് കൺസ്യൂമർ ഷുഡ് ഇൻക്രീസസ് കൺസംഷൻ എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ഓക്കെ, കൺസ്യൂമർ ഇൻക്രീസസ് കൺസംഷൻ, അതാണ് അതിന്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇതേപോലെ നമുക്ക് ലോ ഓഫ് ഇതിപ്പോ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ സിമ്പിൾ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മാർജിനൽ യൂട്ടിലിറ്റി ഈക്വൽസ് പ്രൈസ് എന്നുള്ളത് സിമ്പിൾ ആയിട്ട് പറയുന്നത്. പക്ഷെ ഇതേ സംഭവം തന്നെ നമുക്ക് ലോ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പൊ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്താന്ന് നമുക്കറിയാലോ.
ഇത്രേ ഉള്ളൂ. ഒരാൾ കൺസ്യൂം ചെയ്യുന്നത്, ഇപ്പം ഞാൻ ആദ്യത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ എനിക്ക് നല്ല പോലെ ആ സാധനത്തെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ രണ്ടാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ എനിക്ക് അത്ര മീൻസ് ആദ്യത്തെ ആ ഒരളവിൽ എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. അല്ലാണ്ട് കുറയുന്നു എന്ന് പറഞ്ഞ് അത് തീരെ ഇല്ല എന്നല്ല, കുറയും, ജസ്റ്റ് വളരെ എമൗണ്ടിൽ കുറഞ്ഞു. അത് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ അല്ലാത്ത കമ്മോഡിറ്റീസും ഉണ്ട്, അതിന് എക്സെപ്ഷൻസ് ഉണ്ട്, ഗിഫ് ആൻഡ് ഗുഡ്സ് ഉണ്ട്, വെബ് എഫക്റ്റ് ആണ്, പല എഫക്റ്റുകളുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് തന്നെ അതിന്റെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് വേറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇവിടെ നമ്മൾ ബേസിക് ആയിട്ട് ആ LDMU LEMU അതിന്റെ കൺസെപ്റ്റുകളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്, ഈ സെഷൻ വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം കൺസ്യൂമർ ഇൻക്രീസസ് കൺസംഷൻ എന്നാണ് ഇതിന്റെ. സോ അടുത്ത ക്വസ്റ്റൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഇതിനകത്ത് ചോദിച്ചേക്കുന്നത് LDMUന്റെ ആപ്ലിക്കേഷൻ ആയിട്ട്. നമ്മൾ LDMUവിനകത്ത് രണ്ട് ആപ്ലിക്കേഷൻ മെയിൻ ആയിട്ട് പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഡയമണ്ട് വാട്ടർ പാരഡോക്സ് എന്ന് പറയും, അത് ആഡം സ്മിത്ത് പറഞ്ഞതാണ്. ഡയമണ്ട് വാട്ടർ പാരഡോക്സ് ഉണ്ട്. പിന്നൊന്ന് പറയുന്നതാണ് പ്രോഗ്രസീവ് ടാക്സേഷൻ. അപ്പം എന്താണ് പ്രോഗ്രസീവ് ടാക്സേഷൻ, എന്താണ് റിഗ്രസീവ് ടാക്സേഷൻ, എന്താണ് പ്രൊപ്പോർഷണൽ ഓർ ഫിക്സഡ് ടാക്സേഷൻ എന്ന് അറിയണം. എന്നാലേ നമുക്ക് എന്തുകൊണ്ടാണ് LDMU അവിടെ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ ആദ്യം ഒരു കാര്യം കൂടെ പറയാം. എന്തായാലും ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പം ആഡം സ്മിത്തിന്റെ ആ ഒരു കൺസെപ്റ്റ് കൂടെ പറയാം. അതായത് നമ്മുടെ ഡയമണ്ട് വാട്ടർ പാരഡോക്സ് എന്താണുള്ളത്. അപ്പൊ ഡയമണ്ട് വാട്ടർ പാരഡോക്സ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. നമ്മൾക്കറിയാം ഡയമണ്ട് എന്ന് പറയുന്നത് വളരെ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സും അതിന് യൂട്ടിലിറ്റി വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് യൂട്ടിലിറ്റി കൂടുന്നത്? കാരണം അതിന് ഡിമാൻഡ് കൂടുതലാണ്, സ്കേഴ്സ് ആയതുകൊണ്ട് തന്നെ. സ്കേഴ്സും ആണെങ്കിൽ ഡിമാൻഡും കൂടുതലാണ്. അപ്പൊ സ്കേഴ്സിറ്റി അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്തു? അതിന്റെ യൂട്ടിലിറ്റി കൂട്ടി, അല്ലെ? അപ്പം പക്ഷെ അതേ സമയത്ത് വെള്ളം എന്ന് പറയുന്നത് വളരെ മൂല്യമുള്ള ഒരു സാധനമാണ്, മനുഷ്യന് അതില്ലാതെ പറ്റത്തില്ല. പക്ഷെ അതിന്റെ അബണ്ടന്റ് നേച്ചർ എന്ത് ചെയ്തു? അതിന്റെ യൂട്ടിലിറ്റി കുറച്ചു. 20 രൂപയ്ക്ക് അല്ലെങ്കിൽ 15 രൂപയ്ക്ക് നമുക്ക് ഒരു കുപ്പി വെള്ളം കിട്ടും. പക്ഷെ അതേ സമയത്ത് അതേ ഒരു പർട്ടിക്കുലർ അതേ യൂട്ടിലിറ്റി ഉള്ളൊരു മീൻസ് അതേ എമൗണ്ട് ഇതുള്ളൊരു ഡയമണ്ട് നമുക്ക് മേടിക്കാൻ പറ്റില്ല. അതിന് ആയിരങ്ങളോ ലക്ഷങ്ങളോ കൊടുക്കേണ്ടി വരും. അതാണ് ആ യൂട്ടിലിറ്റി ഡിഫറൻസ് കാണിക്കുന്നത്. എന്താണ്? അതിന്റെ ഡിമാൻഡും അതിന്റെ സ്കേഴ്സിറ്റി വെച്ചിട്ടാണെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി വെച്ചാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെ പ്രോഗ്രസീവ് ടാക്സേഷൻ 3 തരത്തിലുണ്ട് മൊത്തത്തിൽ. 3 അല്ല 4 തരത്തിലുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ്, റിഗ്രസീവ്, ഡീഗ്രസീവ്, പിന്നെ പ്രൊപ്പോർഷണൽ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ബേസിക്കലി ഇപ്പൊ പറഞ്ഞേക്കുന്ന പ്രോഗ്രസീവ്, റിഗ്രസീവ്, ഫിക്സഡ് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇപ്പം പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടാക്സ് ടാക്സ് കൂടുകയാണ്. അപ്പം ഇപ്പൊ ഒരാളുടെ ഇൻകം കൂടുന്നതനുസരിച്ച്, ഇൻകം കൂടുമ്പോൾ ടാക്സ് കൂടുകയാണെങ്കിൽ അതാണ് പ്രോഗ്രസീവ് ടാക്സേഷൻ. ഇത് ഇൻകവും ഇത് ടാക്സ് വന്നേക്കാം. ഇപ്പൊ ഇൻകം കൂടുന്നതനുസരിച്ച് ടാക്സ് റേറ്റ് കൂടുകയാണ്. എന്ന് വെച്ചാൽ എന്താ? ലോവർ ഇൻകം ക്ലാസ്സിലുള്ളവർക്ക് ടാക്സ് കുറവായിരിക്കും, കൂടുതൽ ഇൻകം ഉള്ളവർക്ക് കൂടുതൽ ടാക്സ് ആയിരിക്കും എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, അത് ബേസിക് ആയിട്ട് ഐഡിയ വെക്കാം. ഇനി റിഗ്രസീവ് ടാക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിയും. ടാക്സ് കൂടുതൽ ആർക്കാണ്? ലോവർ ഇൻകം ക്ലാസ്സിനായിരിക്കും. നേരെ തിരിച്ച് ഉൾട്ടടിച്ച പോലെ എന്ന് വെച്ചാൽ കൂടുതൽ ഇൻകം ഉള്ള ആൾക്കാർക്ക് കുറച്ച് ടാക്സും, കുറവ് ഇൻകം ഗ്രൂപ്പിന് എന്ത് കൂടുതൽ ടാക്സും. അതൊരിക്കലും ഒരു നല്ല എക്കോണമിയിൽ ഇംപ്ലിമെന്റ് ചെയ്യത്തുമില്ല. അങ്ങനെയാണ്. കാരണം കുറവ് ഇൻകം ഉള്ളവർ കൂടുതൽ ടാക്സ് ചെയ്യുകയാണെങ്കിൽ അവിടെ എക്കോണമി ഭയങ്കര ഇൻഇക്വാലിറ്റിയിലേക്ക് പോകും. അതാണ്, ഇൻകം ഇൻഇക്വാലിറ്റി വളരെയധികം കൂടും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ പ്രപ്പോർഷണൽ ടാക്സേഷൻ ഉണ്ട്. പ്രപ്പോർഷണൽ ടാക്സേഷൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഏതൊരു ഇൻകം ഏതായിക്കോട്ടെ എല്ലാവർക്കും ഫിക്സഡ് റേറ്റ്, അതാണ് ഫിക്സഡ് ടാക്സേഷൻ ഓർ പ്രപ്പോർഷണൽ ടാക്സേഷൻ എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഏതൊരു ഇൻകം, ഇപ്പൊ അയാൾക്ക് വർഷം 2 ലക്ഷം രൂപ കിട്ടുന്നവനും 10 ലക്ഷം രൂപ കിട്ടുന്ന ഒരാൾക്കും 1 കോടി കിട്ടുന്ന ഒരാൾക്കും എന്താണ്? ഒരേ ടാക്സ് റേറ്റ് ആണ്. അതാണ് പ്രപ്പോർഷണൽ ടാക്സേഷൻ. പക്ഷെ ഒരു ജനറൽ എക്കോണമിയിൽ ഏറ്റവും നല്ലത് ഏതാണ്? പ്രോഗ്രസീവ് ടാക്സേഷൻ ആണ്. നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം. കാരണം ഇൻകം കൂടുതലുള്ള ഒരാൾ എന്ത് ചെയ്യണം? കൂടുതൽ ടാക്സ് അടയ്ക്കണം. കാരണം കുറവ് ഇൻകം ഉള്ള ഒരാൾക്ക് എന്തുകൊണ്ടാണ് ഇത് LDMU ആവുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഓക്കെ, LDMU ആവുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഡോളർ സ്പെൻഡ് ചെയ്യുമ്പോൾ, ഒരു ഡോളർ എന്നാലും ഒരു രൂപ ആയിക്കോട്ടെ, ഒരു രൂപ സ്പെൻഡ് ചെയ്യുമ്പം സാറ്റിസ്ഫാക്ഷൻ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷെ ആ സാറ്റിസ്ഫാക്ഷന്റെ എക്സ്റ്റെന്റ് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു പൈസ കുറവുള്ള ഒരു മിഡിൽ ഇൻകം ക്ലാസ്സിലുള്ള ഒരാൾ 1 രൂപ സ്പെൻഡ് ചെയ്യുന്നതും ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ അത് ഉള്ള ഒരാൾ ഒരു രൂപ സ്പെൻഡ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ? സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ഫ്രം ഈച്ച് റുപ്പി സ്പെൻഡ് ബൈ ഈച്ച് ഓഫ് ദ പേഴ്സൺ ഡിഫറെന്റ് ആയിരിക്കും, അല്ലെ? എന്തുകൊണ്ടാണ്? കാരണം അയാളുടെ കയ്യിലുള്ള ഇൻകം 1000 രൂപയാണെങ്കിൽ ആ 1000 നിന്നാണ് അയാൾ ആ 1 രൂപ കൊടുക്കുന്നത്. മറ്റേ ആളോ അയാളുടെ 1 ലക്ഷം അല്ലെങ്കിൽ 1 കോടിയിൽ നിന്നാണ് അയാൾ ആ 1 രൂപ കൊടുക്കുന്നത്. അപ്പൊ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എന്താണ് അവിടെ? അത് കോൺസ്റ്റന്റ് അല്ല, അത് ഡിഫർ ചെയ്യും. ഇവരെ രണ്ടുപേരെ കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാണ് കൂടുതൽ? മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം ആർക്ക് കൂടും? നമ്മുടെ പാവപ്പെട്ടവന് കൂടും. അപ്പൊ കൂടുതൽ മാർജിനൽ യൂട്ടിലിറ്റി ഉള്ള ആളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കും? നമ്മൾ കുറച്ച് ടാക്സ് അടപ്പിക്കുന്നുള്ളൂ. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് എയിംസ് ഫോർ ഇക്വാലിറ്റി ഓഫ് സാക്രിഫൈസ്, നോട്ട് ഇക്വാലിറ്റി ഓഫ് മണി എന്നുള്ളതാണ് അവിടെ. അപ്പം ഇതാണ് അതിന്റെ ആപ്ലിക്കേഷൻ പബ്ലിക് പോളിസി. മനസ്സിലായി? അപ്പം LDMU വഴി നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ LDMU സത്യത്തിൽ ആരെ കൊണ്ടുവന്നത്?
ഗോസൻ ഗോസൻ ആണ് കൊണ്ടുവന്നത്. അതിനെ റീഡിഫൈൻ ചെയ്ത് ഷേപ്പ് ചെയ്ത ആളാണ് അതിൽ ആര്, ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്നത്. അദ്ദേഹം റീഡിഫൈൻ ചെയ്തതേ ഉള്ളത്. കൊണ്ടുവന്നത് ഗോസൻ ആണ്. ഗോസന്റെ ഫസ്റ്റ് ലോ എന്നറിയപ്പെടുന്നതാണ് തരത്തിൽ എന്തെന്ന് പറയുന്നത്, LDM, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി ഓൾസോ നോൺ ആസ്. ഇത് സിമ്പിൾ ക്വസ്റ്റൻ, വളരെ സിമ്പിൾ ആണ്, തിയറി മാത്രമാണ്. അത് ലോ ഓഫ് ഡിമാൻഡ് ആണോ, സപ്ലൈ ആണോ, സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം LUMU എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഡിമാൻഡ് സപ്ലൈ ആയിരിക്കും. ഡിമാൻഡ് എന്ന് പറയുന്നതേ വേറല്ലോ, സപ്ലൈ എന്ന് പറയുന്നതേ വേറല്ലോ. അപ്പൊ നമുക്ക് ആ രണ്ടെണ്ണം അപ്പാടെ വിടാം. ഡിമാൻഡ് എന്താ, പ്രൈസ് കൂടുന്നതനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു. സപ്ലൈ എന്ന് പറയുന്നത് പ്രൈസ് കൂടുന്നതനുസരിച്ച് സപ്ലൈ കൂടുന്നു എന്നുള്ളതാണ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഒന്നിന്റെ ഗ്രാഫ് ഇങ്ങനെയും വരും, ഒന്നിന്റെ ഗ്രാഫ് ഇങ്ങനെയും വരും. പ്രൈസും ക്വാണ്ടിറ്റിയും പ്രൈസും ആണെങ്കിൽ. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇനി ലോ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഫാക്ടർ പ്രോഡക്റ്റ്, അങ്ങനെ നമ്മൾ ഫാക്ടറിന്റെ ഒക്കെ വരുന്ന കേസാണ്. നമ്മൾ ഗുഡ്സിന്റെ കേസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. പക്ഷെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലോ ഓഫ് ഇക്വിമാർജിനൽ യൂട്ടിലിറ്റിയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ്, പച്ചയ്ക്ക് പറഞ്ഞത്. അപ്പം ലോ ഓഫ് ഇക്വിമാർജിനൽ യൂട്ടിലിറ്റിയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന എഫക്റ്റ്. മനസ്സിലായി? അപ്പം അവിടുത്തെ ഉത്തരം എന്താണ്, ലോ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആണ് LEMUവിനെ വേറൊരു ലോ പറയുന്നത്. ഇതിനെ പറയുന്നത് വേറെ പേരുണ്ട്, ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്ന് പറയുന്നുണ്ട്, ലോ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ LEMU ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെ, ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഗുഡ്സ് ഉണ്ടെന്ന് വെക്കുക. അപ്പം അവസാനത്തെ ലാസ്റ്റ് റുപ്പി സ്പെൻഡ് ചെയ്യുമ്പം അയാൾക്ക് മീൻസ് ആ ഒരു രൂപ ഞാൻ ആപ്പിളിന് സ്പെൻഡ് ചെയ്താലും, ഓറഞ്ചിന് സ്പെൻഡ് ചെയ്താലും, ഗ്രേപ്സിന് സ്പെൻഡ് ചെയ്താലും എനിക്ക് കിട്ടേണ്ട യൂട്ടിലിറ്റി സെയിം ആയിരിക്കണം എന്നുള്ളതാണ് LEMU അഥവാ ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ, ഞാൻ എല്ലാം അലോക്കേറ്റ് ചെയ്ത് വന്നപ്പം എന്റെ എനിക്കിനി അവസാനം ഒരു രൂപ ഉണ്ടെങ്കിൽ ആ രൂപ ഞാൻ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലാണ് കേട്ടോ, ഇതൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം, ഷുഡ് ഡിറൈവ് ഈക്വൽ യൂട്ടിലിറ്റി ഫ്രം ഏതൊരു കമ്മോഡിറ്റി ആയിക്കോട്ടെ, എല്ലാ കമ്മോഡിറ്റിയിൽ നിന്ന് എനിക്ക് സെയിം യൂട്ടിലിറ്റി ആയിരിക്കണം കിട്ടുന്നത്. അപ്പൊ തന്നെ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അപ്പം ഏതെങ്കിലും ഒരു കമ്മോഡിറ്റി മേടിച്ചാൽ മതി. ആ ഒരു കമ്മോഡിറ്റി മേടിക്കുമ്പോഴും എനിക്ക് അതേ യൂട്ടിലിറ്റി ആയിരിക്കണം. എന്ന് വെച്ചാൽ എനിക്ക് ചിലപ്പോൾ ആപ്പിളിനായിരിക്കും എനിക്ക് ആദ്യം കുറെ യൂട്ടിലിറ്റി ഉണ്ടായിരിക്കുക. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ അതിന്റെ, എന്ന് വെച്ചാൽ അത് ആ കപ്പാസിറ്റി ടു സാറ്റിസ്ഫൈ അവർ വാണ്ട്, അതാണ് അതിന്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്. വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ മൂല്യമാണ് കാണിക്കുന്നത്, അതിന്റെ എബിലിറ്റി ആണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. കപ്പാസിറ്റി, ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിക്ക് അതിന്റെ കപ്പാസിറ്റി എന്തെന്ന്, എബിലിറ്റി, അതാണ് തരത്തിൽ എന്ന് പറയുന്നത് അതിന്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ യൂട്ടിലിറ്റി ഉള്ള ഒരു പർട്ടിക്കുലർ എന്താ പറയുക ഒരു കമ്മോഡിറ്റി, ആ കമ്മോഡിറ്റി ചിലതിന് യൂട്ടിലിറ്റി ഒരാൾക്കാരെ ഡിഫർ ചെയ്യും കേട്ടോ അത്. അപ്പം ഒരാൾക്ക് അതിന് കൂടുതൽ യൂട്ടിലിറ്റി ഉണ്ടെന്ന് വെക്കുക, മറ്റൊരാൾക്കല്ല അതേ ആൾക്ക് തന്നെ വേറൊരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയിൽ കുറവാണെന്ന് വെക്കുക. അപ്പം അതിന്റെ പ്രൈസും അതിന്റെ യൂട്ടിലിറ്റിയും വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ് അർത്ഥത്തിൽ ലോ ഓഫ് ഇക്വിറ്റി മാർജിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത്. അതിന്റെ ആ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ ആവുന്ന കണ്ടീഷൻ എപ്പോഴാണ്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. MUX/PX ഇസ് ഈക്വൽ ടു MUY/PY ഇസ് ഈക്വൽ ടു MUM എന്ന് പറയും. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി കോൺസ്റ്റന്റ് ആണ് അവിടെ. ഓക്കെ, അത് നമ്മൾ അറിഞ്ഞിരിക്കുക. ബേസിക്കലി ഇത്ര അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് അടുത്ത 7ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ദ ലിമിറ്റേഷൻ ഓഫ് ദി ലോ ഓഫ് LDMU. LDMUന്റെ ലിമിറ്റേഷൻ അല്ലാത്തത്, നോട്ട് എ ലിമിറ്റേഷൻ എന്നാ പറഞ്ഞേക്കുന്നത്. ഇത് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ചേഞ്ച് ഇൻ അതർ പീപ്പിൾ സ്റ്റോക്ക്, അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമല്ല. മിസ്സേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, പിശുക്കന്മാരെയാണ് മിസ്സേഴ്സ് എന്ന് പറയുന്നത്. ഇതല്ല കേട്ടോ ഉത്തരം. പിശുക്കന്മാരെയാണ് മിസ്സേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തത്. അപ്പൊ മിസ്സേഴ്സ് എന്ന് പറയുന്നത് പിശുക്കന്മാരാണ്. പിശുക്കന്മാരുടെ പ്രത്യേകത വെച്ചാൽ LDMUവിന് സത്യത്തിൽ അതൊരു എന്താ പറയണ്ട, മിസ്സേഴ്സ് എന്ന് പറഞ്ഞ LDMUവിന്റെ ഒരു ലിമിറ്റേഷൻ അല്ല, അതൊരു എന്താ പറയണ്ട, അതൊരു എക്സെപ്ഷൻ ആണ് പച്ചയ്ക്ക് പറഞ്ഞ. എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, മിസ്സേഴ്സ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി കൂടിക്കൊണ്ടേയിരിക്കും അവർക്ക് നമ്മൾ പറയുന്നത് എന്താ, LDMUവിന് പറയുന്നത് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത് നമ്മളൊരു പർട്ടിക്കുലർ കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യണം എന്നാണ്. പക്ഷെ ഈ കേസിൽ മിസ്സേഴ്സ് പിശുക്കന്മാരാണെങ്കിൽ എന്താ, നമ്മൾ ഓരോ പൈസ ഹോൾഡ് ചെയ്ത് വെക്കും. ഹോൾഡ് ചെയ്യുന്നത് വഴി അവരെന്ത് ചെയ്യുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് അവരുടെ കണ്ണിൽ ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. അവർ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പം റാഷണൽ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നതാണ് അതിന്റെ ഉത്തരം. ഇസ് ആൻ അസംഷൻ നോട്ട് എ ലിമിറ്റേഷൻ. ഇതിനകത്തെ ലിമിറ്റേഷൻ അല്ല എന്തെന്ന് പറയുന്നത് റാഷണൽ കൺസ്യൂമർ ബിഹേവിയർ. ഇത് സംഭവം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് കുഴഞ്ഞു പോകരുത് എന്നുള്ളത് വെച്ചിട്ട് അങ്ങ് ഇട്ടതാണ്. ഓക്കെ, ഹോബീസ് ആൻഡ് ഹാബിറ്റ്സ് ഒന്നും അല്ല അതിന്റെ. ഓക്കെ, ലിമിറ്റേഷൻ അല്ലാതെ. അപ്പൊ ഇതിന്റെ അസംഷൻ ആയിട്ട് വരുന്ന ഏതാണ്, റാഷണൽ കൺസ്യൂമർ ബിഹേവിയർ ആണ്. ഇനി വാട്ട് ഡസ് ദി ഏരിയ അണ്ടർ ദി മാർജിനൽ യൂട്ടിലിറ്റി കർവ് റെപ്രസെന്റ്. ഇത്
നമ്മൾ നന്നായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞു മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്, ടോട്ടൽ യൂട്ടിലിറ്റി എന്താന്ന് പറഞ്ഞു. ഓരോ യൂണിറ്റ് ആഡ് ചെയ്ത് വരുമ്പോഴാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്താവുന്നത്, ടോട്ടൽ യൂട്ടിലിറ്റി ആവുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഓരോ ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കി, ടോട്ടൽ യൂട്ടിലിറ്റി, ആവറേജ് യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി, പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് ഏരിയ അണ്ടർ ദി മാർജിനൽ യൂട്ടിലിറ്റി കർവ്. മാർജിനൽ യൂട്ടിലിറ്റി കർവ് എങ്ങനെ ഇരിക്കും എന്നറിയാമോ? മാർജിനൽ യൂട്ടിലിറ്റി കർവ് ഒന്നെങ്കിൽ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കുകയായിരിക്കും, സ്ട്രൈറ്റ് ലൈൻ ആവാം, വേണമെങ്കിൽ കർവ്ഡ് ആവാം, പക്ഷെ താഴോട്ടാണ് പോവുക. ടോട്ടൽ യൂട്ടിലിറ്റി എങ്ങനെ പോവുക? ടോട്ടൽ യൂട്ടിലിറ്റി ഇങ്ങനെ പോവാ, മനസ്സിലായി? അപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസിംഗ് ആണ്, മാർജിനൽ യൂട്ടിലിറ്റിയോ? മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസിംഗ് ആണ്. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഓരോ യൂണിറ്റ് മീൻസ് ഇത് ആഡ് ചെയ്യുമ്പോൾ ഈ കാണുന്ന ഏരിയ എന്താണ് എന്നുള്ളതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ നോക്കാം. അപ്പൊ ഇവിടെ ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ കർവ്. ഓക്കെ, ഓരോ യൂണിറ്റ് ഫോർ എക്സാമ്പിൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. മാർജിനൽ യൂട്ടിലിറ്റി നമ്മൾ ആഡഡ് സാറ്റിസ്ഫാക്ഷൻ ഉള്ള, അപ്പൊ ആദ്യത്തെ യൂണിറ്റ് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ പറയുക, നല്ലൊരു പോലെ യൂട്ടിലിറ്റി ഉണ്ടാകും അല്ലെ. സെക്കൻഡ് യൂണിറ്റ് കഴിയുമ്പോൾ നമ്മുടെ യൂട്ടിലിറ്റി ഒന്ന് കുറയും. അങ്ങനെ ഫിഫ്ത്ത് യൂണിറ്റ് കഴിക്കുമ്പോൾ നമുക്ക് ഇത്ര യൂട്ടിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഈ സംഭവത്തെ നമ്മൾ എന്താ പറയുന്നത്, ടോട്ടൽ ഇത്രയെന്ന് പറയുന്നത് എന്താണ് അതില്, ഇത്രയാണ് അയാൾക്ക് ആ ഒരു പർട്ടിക്കുലർ സാധനം കഴിച്ചപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി, ഇത്രയാണ് അത് കഴിച്ചപ്പോൾ ഉള്ള മാർജിനൽ യൂട്ടിലിറ്റി ആണ്. പക്ഷെ ഇതേ പ്ലസ് ഇതാണ് എന്ന് പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി. അപ്പൊ ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടേണ്ടത്, മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഓരോ കമ്പോണന്റ് ആഡ് ചെയ്യുമ്പോൾ ഓരോ യൂണിറ്റ് കഴിക്കുമ്പോഴും ഉള്ള മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്, യൂട്ടിലിറ്റി എന്താണ്, മാർജിനൽ ഇല്ല, യൂട്ടിലിറ്റി എന്താണ്, അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ യൂട്ടിലിറ്റി വരുന്നത്. എന്ന് വെച്ചാൽ ഇന്റഗ്രേഷൻ ഓഫ് ദി മാർജിനൽ യൂട്ടിലിറ്റി ആണ് അവിടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി ആണ്. അപ്പൊ അതിന്റെ ഉത്തരം എന്താ വരിക, ടോട്ടൽ യൂട്ടിലിറ്റി ആണ് അതിന്റെ ഉത്തരം. ഓക്കെ, ടോട്ടൽ യൂട്ടിലിറ്റി ആണ് അതിന്റെ ഉത്തരം വരിക. അപ്പൊ ഇത് കണ്ട നമുക്ക് ആ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി ഇങ്ങനെ കഴിച്ച് പോകുമ്പോൾ ഇത്രയും വരുന്നതാണ് ടോട്ടൽ. അപ്പൊ ഏരിയ അണ്ടർ ദി കർവ് ആഡ്സ് അപ്പ് ദി യൂട്ടിലിറ്റി ഓഫ് ഈച്ച് യൂണിറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദി സീറോ യൂട്ടിലിറ്റി പോയിന്റ്. സത്യത്തിൽ ഇത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണ്. സീറോ യൂട്ടിലിറ്റി പോയിന്റ് എന്ന് കേൾക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സീറോ യൂട്ടിലിറ്റി പോയിന്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കരുത് നമുക്ക് യൂട്ടിലിറ്റി ഇല്ല. യൂട്ടിലിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നല്ല, പോയിന്റ് ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആണ് അതിന്റെ ഉത്തരം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ട. അല്ലെങ്കിൽ കൺസംഷൻ ഇല്ല എന്നല്ല, മനസ്സിലായി? സീറോ കൺസംഷനെക്കാട്ടിലും അല്ലെങ്കിൽ നെഗറ്റീവ് യൂട്ടിലിറ്റി എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സീറോ യൂട്ടിലിറ്റി പോയിന്റ് എന്ന് പറയുന്നത് മാക്സിമം അയാളുടെ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കില്ല, അയാൾ ഇനി കൺസ്യൂം ചെയ്യില്ല. പക്ഷെ ആ സീറോ യൂട്ടിലിറ്റി പോയിന്റ് പറയുന്നത് സീറോ കൺസംഷൻ അല്ല, അതിനുശേഷമാണ് സീറോ കൺസംഷൻ. അപ്പൊ സീറോ യൂട്ടിലിറ്റി പോയിന്റിൽ എന്താ സംഭവിക്കുന്നത്, അയാളുടെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എത്തി അയാൾ ആ ലാസ്റ്റ് യൂണിറ്റ് കൺസ്യൂം ചെയ്യും, അതിനുശേഷം അയാൾ കൺസ്യൂം ചെയ്യത്തില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ടെംപ്റ്റഡ് ആവും നമ്മൾ സീറോ കൺസംഷൻ ആണോ എന്നുള്ളത്. മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആണ് അതിന്റെ ഉത്തരം. ഓക്കെ, അപ്പൊ അത് നമുക്ക് കർവ് വെച്ച് നോക്കാം. ടോട്ടൽ യൂട്ടിലിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. ഇതേ സാധനം നമ്മൾ നേരെ തിരിച്ച് മീൻസ് മാർജിനൽ യൂട്ടിലിറ്റി വെച്ച് വരയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് പറയുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി കർവ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ടോട്ടൽ യൂട്ടിലിറ്റിയുടെ ഇതുണ്ട്, ഓരോ യൂണിറ്റ് എടുത്ത് ഈ ഓരോ യൂണിറ്റ് എടുക്കുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആവുന്ന പോയിന്റ് ഇതാ. ഈ മാക്സിമം ആവുന്ന പോയിന്റിന് ശേഷം ഏതൊരു പോയിന്റിലും എന്താണ്, ടോട്ടൽ യൂട്ടിലിറ്റി കുറഞ്ഞോണ്ടേ ഇരിക്കുക. അപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി കുറഞ്ഞോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ മാർജിനൽ യൂട്ടിലിറ്റി അഡീഷണൽ ഒരു യൂട്ടിലിറ്റി കിട്ടുമ്പോൾ അത് നെഗറ്റീവാ. പിന്നെ അതിനുശേഷം എന്ത് കൺസ്യൂം ചെയ്താലും നെഗറ്റീവ്, കാരണം വയറിന് കേടാവുകയോ അല്ല മീൻസ് ഈ നെഗറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ നെഗറ്റീവ് എഫക്ട് ടു ദി കൺസ്യൂമർ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? ആക്ച്വലി കഴിക്കാൻ പറ്റില്ല, അത് കഴിക്കാൻ പറ്റാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വയറ് പെരുകും, അല്ലെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതൊരു മീൻസ് എക്കണോമിസ്റ്റ് പെർസ്പെക്റ്റീവിൽ പറയുന്നത് അങ്ങനെ. ഓക്കെ, അതാണ് അതിന്റെ ബേസിക് ഐഡിയ. ഓക്കെ, അത് ക്ലിയർ ആയി തോന്നുന്നു. അതൊന്ന് മനസ്സിലാക്കി വെക്കണം, ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി എന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ അസംഷൻ ഓഫ് LEMU, ദാറ്റ് ഈസ് ലോ ഓഫ് ഇക്വിമാർജിനൽ യൂട്ടിലിറ്റി. അപ്പൊ ഇക്വിമാർജിനൽ യൂട്ടിലിറ്റിയുടെ അസംഷൻസ് അറിഞ്ഞു ചെയ്താൽ തന്നെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഇത് ഗുഡ്സ് ആർ ഡിവിസിബിൾ, കൺസ്യൂമർ ഹാസ് ഫുൾ നോളജ്, പിന്നെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് കോൺസ്റ്റന്റ്, യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ. ഇതിനകത്ത് ഉത്തരം ഏതായിരിക്കും വരിക? ഗുഡ്സ് ഡിവിസിബിൾ ആണോ? LEMUവിന് ഡിവിസിബിൾ ആണ്. അതിനെ സ്മോളർ പാർട്സ് ആയിട്ട്, ഓൾ കമ്മോഡിറ്റീസ് ആർ ഡിവിസിബിൾ ഇൻ സ്മോളർ പാർട്സ് എന്നാണ് പറയുന്നത്. അവരുടെ കൺസംഷൻ മീൻസ് അസംഷൻ അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ കൺസ്യൂമറിന് പെർഫെക്റ്റ് നോളജ് അബൌട്ട് എന്താണ്, പ്രൈസിനെ കുറിച്ചും കമ്മോഡിറ്റിയെ കുറിച്ചും ഉള്ള പെർഫെക്റ്റ് ഓർ ഫുൾ നോളജ് അയാൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് കോൺസ്റ്റന്റ് നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ റിസോഴ്സസ് സ്കേഴ്സ് ആയിരിക്കണം, എന്നാലേ നമുക്ക് ലിമിറ്റഡ് ഇൻകം ആയിരിക്കണം. ലിമിറ്റഡ് ഇൻകം ആയാലേ നമുക്ക് LEMU ഫംഗ്ഷൻ ചെയ്യത്തുള്ളൂ. കാരണം നമുക്ക് എത്ര വേണേലും ഇൻകം ഉണ്ടെങ്കിൽ അയാളുടെ യൂട്ടിലിറ്റി അയാളെ ഡിപ്പെൻഡ് ചെയ്താലും അയാൾക്ക് മേടിക്കണമെങ്കിൽ മേടിച്ചുകൂടെ.
അല്ലാണ്ട് ഇൻകം ലിമിറ്റഡ് ആവാതിരുന്ന കഴിഞ്ഞാൽ ഒരിക്കലും ഇത് വർക്ക് ആവില്ല. അപ്പൊ ഇൻകം ലിമിറ്റഡ് ആവുന്ന ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് നോക്കണം. ലിമിറ്റഡ് ഇൻകം ആണ് LEMന്റെ മറ്റൊരു അസം. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താ വരിക? യൂട്ടിലിറ്റി മെഷറബിൾ ആണെന്നുള്ള. യൂട്ടിലിറ്റി മെഷറബിൾ ആണെന്നല്ല പറയുന്നത്. യൂട്ടിലിറ്റീസ് മെഷറബിൾ ഒന്നും ലോ ഓഫ് ഇക്വിമാർജിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നില്ല. അവിടെ നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, യൂട്ടിലിറ്റി മെഷറബിൾ ആണെന്നല്ല പറയുന്നത്. അപ്പൊ അതിന്റെ അസംഷൻസ് ഇതൊക്കെയാണ്. ജസ്റ്റ് നോക്കി വെക്കുക. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ. അത് നിങ്ങൾ വീണ്ടും നോട്ട് എടുത്ത് നോക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. നോട്ട് എടുത്ത് നോക്കണമെങ്കിൽ നോട്ട് എടുത്ത് നോക്കിയാലും മതി. ഓക്കെ, ഇനി ട്രൂ അബൌട്ട് ലോ ഓഫ് ഇക്വിമാർജിനൽ യൂട്ടിലിറ്റി. സത്യത്തിൽ ഇതിന്റെ പേരെന്താണെന്നുള്ളതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ ഗോസൻസ് ഫസ്റ്റ് ലോ എന്നോ സെക്കൻഡ് ലോ എന്നോ ലോ ഓഫ് ഡിമാൻഡ് എന്നോ ലോ ഓഫ് സപ്ലൈ ആണോ അറിയപ്പെടുന്നത് എന്നുള്ളത്. ഗോസൻസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഏതാ? LDMU ആണ്. ഗോസൻ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് എന്താണ്? അതാണ് ലോ ഓഫ് ഇക്വിമാർജിനൽ യൂട്ടിലിറ്റി. ഗോസൻ ആണ് അർത്ഥത്തിൽ ഈ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, എക്വിമാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് സ്റ്റേറ്റ് ചെയ്ത ആളാണ്. പക്ഷെ അതിനെ റീഡിഫൈൻ ചെയ്ത് വൃത്തിക്ക് പറഞ്ഞത് ആൽഫ്രഡ് മാർഷൽ ആണ് പിന്നീട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഇൻഡിഫറൻസ് കർവ് ഇൻ ദി ഓർഡിനൽ അപ്രോച്ച്? ഓർഡിനൽ അപ്രോച്ച് നമ്മൾ മുമ്പ് കാർഡിനൽ അപ്രോച്ചിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പൊ ഓർഡിനൽ അപ്രോച്ച് എന്ന് പറയുന്നത് എന്താ? ഓർഡിനൽ അപ്രോച്ചിൽ മെഷർ യൂട്ടിലിറ്റി ഇൻ യൂട്ടിൽസ് ആണോ, കമ്പയർ യൂട്ടിലിറ്റി ഓർഡിനലി ആണോ, ടു മെഷർ ടോട്ടൽ യൂട്ടിലിറ്റി ആണോ, ടു മെഷർ മാർജിനൽ യൂട്ടിലിറ്റി ആണോ? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ തന്നെത്താൻ ഉത്തരം എഴുതുക. ഇതിന്റെ എല്ലാ ഉത്തരം എവിടെ കിടക്കുന്ന വെച്ചാൽ അതിന്റെ ഇൻബോക്സിലുണ്ട്. ആ ബോക്സിൽ തന്നെ കിടത്തേ പോകണം അതിന്റെ ഉത്തരം എന്താണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ അത് നോക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? ഈ അതിന്റെ ഉത്തരം ഒന്ന് എഴുതി നോക്കണം. കാരണം നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഡൗട്ട് അടിക്കുന്നുണ്ട് എന്നുള്ളത് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പം മെഷർ യൂട്ടിലിറ്റി ഇൻ യൂട്ടിൽസ്, ടു കമ്പയർ യൂട്ടിലിറ്റി ഓർഡിനലി, ടു മെഷർ ടോട്ടൽ യൂട്ടിലിറ്റി ആണ്, ടു മെഷർ മാർജിനൽ യൂട്ടിലിറ്റി ആണെന്നുള്ളത്. സിമ്പിൾ ഉത്തരമാണ്. യൂട്ടിലിറ്റി ഓർഡിനലി കാൽക്കുലേറ്റ്, കമ്പയർ ചെയ്യാണ്, മെഷർ ചെയ്യല്ല, കമ്പയർ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഒരിക്കലും ഓർഡിനൽ അപ്രോച്ചിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഇതാണ് യഥാർത്ഥത്തിൽ എന്താ ടു മെഷർ യൂട്ടിലിറ്റി ഇൻ യൂട്ടിൽസ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കാർഡിനൽ അപ്രോച്ചിൽ പറയുന്നത്. ഇൻഡിഫറൻസ് കർവിൽ അതിൽ എന്താണ്? ഇതിപ്പോ ഒരു ഇൻഡിഫറൻസ് കർവ് മാപ്പാണ്. ഇൻഡിഫറൻസ് മാപ്പിൽ എന്താ പറയുന്നത്? കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന IC1-നാണോ 2-നാണോ 3-നാണോ? ഒന്ന് ഓർത്ത് നോക്കുക. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. IC1-ന് കുറവ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കണം. ഇതൊരു പർട്ടിക്കുലർ ഇൻകത്തിലായിരിക്കും കേട്ടോ. ഇയാളുടെ ഇൻകം കൂടിയത് കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ അയാളുടെ ടേസ്റ്റോ പ്രിഫറൻസോ എന്തോ മാറിയതുകൊണ്ടായിരിക്കണം അവിടെ IC2 വന്നത്. IC3 എന്ന് പറയുന്നത് വേറെ രണ്ട് കമ്മോഡിറ്റി ഉണ്ട്. ആ രണ്ട് കമ്മോഡിറ്റിയിൽ അയാൾക്ക് കൂടുതൽ വീണ്ടും ഒരു മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വേറൊരു കർവ് വന്നു. ഇതിലെ എല്ലാ പോയിന്റും എന്താണ്? ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഈ ഒരു പോയിന്റിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും ഈ ഒരു പോയിന്റിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും ഈ ഒരു പോയിന്റ് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും ഈക്വൽ ആണെന്നാണ് ഇൻഡിഫറൻസ് കർവിൽ നമ്മൾ പറയുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഉണ്ട്, അത് നമ്മൾ നോക്കുക അതിനകത്ത്. അപ്പൊ ഇൻഡിഫറൻസ് കർവിൽ പഠിക്കുന്നത് വെച്ചാൽ നമ്മൾ അതിന്റെ എല്ലാം ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്തെന്ന് വെച്ചാൽ ഇതിനെല്ലാം പല പല സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഇതിൽ ആർക്കായിരിക്കും ഹയർ സാറ്റിസ്ഫാക്ഷൻ? ഇയാൾക്കായിരിക്കും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ. മനസ്സിലായി? IC3-ക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം കോൺകേവ് ടു ദി ഒറിജിൻ ആണ്, കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ്. അത് ഓർത്തിരിക്കുക. അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ദി LEMU എന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ അസംഷൻസ് ഓർമ്മയുണ്ടെങ്കിൽ ഇത് ഓർത്തിരിക്കാൻ പറ്റും. പിന്നെ ഇത് എന്തുകൊണ്ട് ഇട്ടു എന്നുള്ളത് നിങ്ങൾക്ക് ഓപ്ഷൻസ് വായിച്ചാൽ മനസ്സിലാവും. LEMU ട്രൂ ആയിട്ടുള്ള ഇതാണ്. ഗുഡ്സ് നമ്മൾ അസ്യൂം ചെയ്ത ഗുഡ്സ് കോംപ്ലിമെന്ററി ആണോ, സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ആണോ, ഇൻഡിവിസിബിൾ ആണോ, ഇൻഡിപെൻഡന്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഗുഡ്സ് ഡിവിസിബിൾ ആണെന്നുള്ളത്, ഡിവിസിബിൾ ഇൻറ്റു സ്മോളർ പാർട്സ് ആണെന്നുള്ളത് പറഞ്ഞു. പിന്നുള്ളത് ഇൻഡിപെൻഡന്റ് ആണോ, കോംപ്ലിമെന്ററി ആണോ, സബ്സ്റ്റിറ്റ്യൂട്ട് ആണോ എന്നുള്ളത്. നമ്മൾ അതും പറഞ്ഞു. ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. എന്തിന്? ഒന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, കോംപ്ലിമെന്ററി ഗുഡ്സിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ഗുഡ്സിനെ അതല്ല നമ്മൾ LEMUവിന് പറയുന്നത്. നമ്മൾ ഇൻഡിപെൻഡന്റ് ഗുഡ്സിനെ കുറിച്ചാണ് പറയുന്നത്, മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്. മറ്റേത് രണ്ടും റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗുഡ്സാ പറയുന്നത്. മനസ്സിലായി? ഇതെന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഗുഡ്സുകളാണ്. അത് ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഗുഡ്സുകളെ കുറിച്ചാണ് നമ്മൾ എന്തെങ്കിലും പ്രതിപാദിക്കുന്നത്? ലോ ഓഫ് ഇക്വിമാർജിനൽ യൂട്ടിലിറ്റിയിൽ നമ്മൾ പറയുന്നത് ബേസിക്കലി. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ഫോം യൂട്ടിലിറ്റി? അപ്പൊ നമുക്ക് അതില് യൂട്ടിലിറ്റി പലതരമുണ്ട്. ഫോം യൂട്ടിലിറ്റി ഉണ്ട്, പ്ലേസ് യൂട്ടിലിറ്റി ഉണ്ട്, ടൈം യൂട്ടിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ പൊസിഷൻ യൂട്ടിലിറ്റി ഉണ്ട്. അപ്പം ഫോം യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്, ഫോം യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഷേപ്പ് മാറുമ്പോൾ, ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി അതിന്റെ ഷേപ്പ് മാറുമ്പോൾ അതിന് കൂടുതൽ യൂട്ടിലിറ്റി കിട്ടുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പൈനാപ്പിൾ ആയിട്ടിരിക്കുന്നു, അതിനെ കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ജാം ആക്കിയാൽ എന്ത് ചെയ്തു? അതിന്റെ വാല്യൂ അഡീഷൻ നടന്നു, അതിന് ഫോം യൂട്ടിലിറ്റി വന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവിടെ എന്താ ഉത്തരം വരുന്നത്? ട്രാൻസ്പോർട്ടിങ് ആപ്പിൾസ് ഫ്രം കാശ്മീർ ടു കേരള എന്ന് പറഞ്ഞത് എന്താ? അതെന്താ? നമുക്ക് ഇതൊന്ന് നോക്കാം. അത് ടൈം യൂട്ടിലിറ്റി ആണ്. എന്ന് വെച്ചാൽ ഇവിടെ കാശ്മീറിൽ
അല്ല ടൈം യൂട്ടിലിറ്റി അല്ല, അതാണ് പ്ലേസ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞത്. പ്ലേസ് യൂട്ടിലിറ്റിയാണ് കാശ്മീർ ടു കേരള എന്ന് പറഞ്ഞത്. പ്ലേസ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് അത് അബൻഡന്റ് ആയിട്ട് ഉണ്ടാവും. പക്ഷെ ഇപ്പൊ സഹാറയിൽ അല്ലെങ്കിൽ താറിൽ അല്ലെങ്കിൽ ഒരു ഡെസേർട്ട് റീജിയനിൽ വെള്ളം വളരെ കുറവാണ്. അവിടെ വെള്ളത്തിന്റെ മൂല്യം വളരെ വളരെ കൂടുതലാണ്. ഗോൾഡിന്റെ വിലയാണ് അവിടെ വെള്ളത്തിന്, അല്ലെ? എന്തുകൊണ്ടാണ്? അവിടെ സ്കേഴ്സ് റിസോഴ്സ് ആയതുകൊണ്ടാണ്. അപ്പം ഒരു സ്ഥലത്ത് അത് കുറവായതുകൊണ്ട് മറ്റേ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെന്ത് സംഭവിക്കുന്നു? യൂട്ടിലിറ്റി ഇൻക്രീസ് ആകുന്നു, അല്ലെ? അതാണ് എന്തെന്ന് പറയുന്നത്? പ്ലേസ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി കൺവേർട്ടിങ് വീറ്റ് ഇൻ ടു ഫ്ലോർ, അതെന്താ? വീറ്റ് എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ ഫ്ലോർ ആക്കി അതിന്റെ യൂട്ടിലിറ്റി കൂട്ടി. അത് അതാണ് എന്തെന്ന് പറയുന്നത്? ഫോം യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി സ്റ്റോറിങ് റൈസ് ഫോർ ഫ്യൂച്ചർ യൂസ്, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ചില ടെക്നിക്കൽ ടേമുകൾ, അത് ഞാൻ അടുത്ത സ്ലൈഡിൽ ഇട്ടിട്ടുണ്ട്. ടെക്നിക്കൽ ടേം സ്റ്റോർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ടൈമിനെയാണ് നമ്മളവിടെ കളയുന്നത്. ഒരു ടൈം ഇപ്പൊ നമ്മൾ ഇന്ന ടൈമിൽ നല്ലപോലെ അബണ്ടന്റ് ആയിട്ടുണ്ട്, പക്ഷെ അതേ സ്ഥലത്ത് തന്നെ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ബമ്പർ ഹാർവെസ്റ്റ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് എല്ലാ കടയിൽ നിന്നും കുറയും. അപ്പൊ എന്ത് ചെയ്യണം? അത് നമ്മൾ ഇറക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ യൂട്ടിലിറ്റി ഉണ്ടാവും. ഇനി സെല്ലിങ് എ കാർ ടു എ ബയർ എന്ന് വെച്ചാൽ നമുക്കൊരു കാർ ആവശ്യമില്ല എന്ന് വെക്കുക. ആ കാർ ആവശ്യമില്ല എന്നല്ല, ചിലപ്പോൾ നമുക്ക് പൈസയുടെ ആയിരിക്കും ആവശ്യം. അപ്പം അതിൽ കൂടുതൽ ആവശ്യമുള്ള ഒരാളായിരിക്കുമല്ലോ എന്തായാലും മേടിക്കുന്നത്. അയാൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുമല്ലോ. ആ മേടിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യും? നമ്മൾ അത് കൊടുക്കും. അതാണ് പൊസഷൻ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് കാരണം നമുക്കൊരു ഇൻക്രീസ് വരികയാണെങ്കിൽ ആ യൂട്ടിലിറ്റിയാണ് പൊസഷൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താ? കൺവേർട്ടിംഗ് വീറ്റ് ഇൻറ്റു ഫ്ലോർ എന്നുള്ളതാണ്. അടുത്ത സ്ലൈഡിൽ ഇത് നമ്മൾ ക്ലാസ്സിൽ നോട്ടിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അത് തന്നെയാണിത്. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ബ്രഷ് അപ്പ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്നത്. പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് എല്ലാം ഫോം യൂട്ടിലിറ്റി ആണ്. ട്രാൻസ്പോർട്ടിങ് യുവർ സ്പേഷ്യൽ മൂവ്മെന്റ് വരുന്ന എല്ലാം പ്ലേസ് യൂട്ടിലിറ്റി ആയിരിക്കും. കാരണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക്, നമ്മളിപ്പോ പട്ടുനൂലായാലും ഏതൊരു സാധനമായാലും, പ്രത്യേകിച്ച് പെരിഷബിൾ കമ്മോഡിറ്റി ഒക്കെ ആകുമ്പോൾ എന്തായാലും വരും അത്. അതുപോലെ ടൈം യൂട്ടിലിറ്റി, പിന്നെ ടൈം യൂട്ടിലിറ്റി പറഞ്ഞു സ്റ്റോർ ചെയ്യുന്നത് അനുസരിച്ച് പൊസഷൻ യൂട്ടിലിറ്റി. ഓക്കെ, ഇനി വാട്ട് ഈസ് കോസ്മോപൊളിറ്റൻ വെൽത്ത് റെഫേഴ്സ് ടു എന്നുള്ളതാണ്. അപ്പം വെൽത്ത് ഓൺഡ് ബൈ എൻ ഇൻഡിവിജ്വൽ ആണോ, വെൽത്ത് ഓൺഡ് ബൈ ഓൾ നേഷൻസ് കമ്പൈൻഡ് ആണോ, അതോ ഗവൺമെന്റ് ഓൺഡ് അസറ്റ് ആണോ, അതോ ഡെപ്റ്റ് ഒബ്ലിഗേഷൻസ് ഓഫ് എ കൺട്രി ആണോ കോസ്മോപൊളിറ്റൻ വെൽത്ത് എന്നുള്ളത്? കോസ്മോപൊളിറ്റൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. മീൻസ് ആസ് എ ഹോൾ എന്നുള്ളതാണ് സത്യത്തിൽ. മാക്രോ കൺസെപ്റ്റ് അല്ല, കോസ്മോപൊളിറ്റൻ വേറൊരു കൺസെപ്റ്റ് ആണ്. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, വെൽത്ത് ഓഫ് ഓൾ നേഷൻസ് കമ്പൈൻഡ് ആണ്. നേഷന്റെ മൊത്തം വെൽത്ത് ഗ്ലോബൽ വെൽത്ത് എന്ന് പറയാം. ഗ്ലോബൽ വെൽത്ത് എന്ന് പറയാം. അതാണ് അർത്ഥത്തിൽ എന്ന് പറയുന്നത് കോസ്മോപൊളിറ്റൻ വെൽത്ത്. വെൽത്ത് പലതരത്തിലുണ്ട്, അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതാണ് ഇൻഡിവിജ്വൽ വെൽത്ത് ഓർ പേഴ്സണൽ വെൽത്ത്, സോഷ്യൽ വെൽത്ത് ഓർ കളക്റ്റീവ് വെൽത്ത്, നാഷണൽ വെൽത്ത് ഉണ്ട്, കോസ്മോപൊളിറ്റൻ വെൽത്ത് ഉണ്ട്, നെഗറ്റീവ് വെൽത്ത് ഉണ്ട്. ഇപ്പൊ ഇൻഡിവിജ്വൽ വെൽത്ത് എന്ന് പറയുന്നത് അയാളുടെ സ്വന്തമായിട്ടുള്ള മെറ്റീരിയൽ ആയിക്കോട്ടെ നോൺ മെറ്റീരിയൽ ആയിക്കോട്ടെ, അതെല്ലാം അയാളുടെ വെൽത്ത് ആണ്. മനസ്സിലായി? അയാൾക്കുള്ള കഴിവുകളെല്ലാം അയാളുടെ വെൽത്ത് ആണ്. ഇനി ഒരു സോഷ്യൽ വെൽത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു എൻജോയ്ഡ് ബൈ ഓൾ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. കളക്റ്റീവ് വെൽത്തിനാണ് സോഷ്യൽ വെൽത്ത് എന്ന് പറയുന്നത്. നാഷണൽ വെൽത്ത് എന്ന് പറഞ്ഞാൽ ഒരു കൺട്രിയുടെ വെൽത്തിനാണ്. അതേപോലെ എല്ലാ കൺട്രികളുടെ വെൽത്തോടെ കമ്പൈൻ ചെയ്യുമ്പോൾ അത് കോസ്മോപൊളിറ്റൻ വെൽത്തായി. ഇപ്പൊ ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരാൾക്ക് എന്തുണ്ട്? ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അതെന്തായി? നെഗറ്റീവ് വെൽത്തായി. ഓക്കെ, ഇനി എ പാൻ കാർഡ് ഇസ് ക്ലാസിഫൈഡ് ആസ്, ഇതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഗുഡ്സിനെ സംബന്ധിച്ചാണ്. നമ്മൾ ഗുഡ്സിന്റെ ഫസ്റ്റ് ക്ലാസ് ഉണ്ടല്ലോ, ആ ക്ലാസ്സിൽ ഗുഡ്സിനെ കുറിച്ച് അതിന്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ജസ്റ്റ് ബ്രീഫ് ആയിട്ട് അതൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇപ്പൊ ഗുഡ്സ് എക്സ്റ്റേണൽ ഉണ്ട്, ഇന്റേണൽ ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ? ട്രാൻസ്ഫറബിലിറ്റി ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ ട്രാൻസ്ഫറബിൾ ആണോ അല്ലയോ എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് ഗുഡ്സ് എക്സ്റ്റേണൽ ഉണ്ട്, ഇന്റേണൽ ഉണ്ട്. എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിസ്റ്റിക് ഉണ്ട്, പേഴ്സൺ ഉണ്ട്. ഇപ്പൊ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള, ഇപ്പം എക്സ്റ്റേണലി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലിസ്റ്റിക് സാധനമാണ് എന്ത്? ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ. അപ്പൊ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. ഇനി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാതാണെങ്കിലോ? അത് എക്സ്റ്റേണൽ ആയിരിക്കണം, അതൊരു മെറ്റീരിയൽ ആയിരിക്കണം, പക്ഷെ അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റരുത്. അതാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എന്ന് പറയുന്നത്. ഓക്കെ, ഈ എന്താ പറയണ്ടേ? അപ്പൊ നമ്മുടെ പാൻ കാർഡ് എന്ന് പറയുന്നത് എന്താ? എക്സ്റ്റേണൽ ആണ്, മെറ്റീരിയലിസ്റ്റിക് ആണ്, പക്ഷെ അത് നോൺ ട്രാൻസ്ഫറബിൾ ഗുഡ് ആണ്. കാരണം എന്റെ പാൻ കാർഡ് എടുത്ത് ആർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പം എക്സ്റ്റേണൽ മെറ്റീരിയൽ ട്രാൻസ്ഫറബിൾ ഗുഡ് ഏതാ? നമ്മളുടെ ലാൻഡ്, ബിൽഡിംഗ്, അതൊക്കെ. ഇനി ഇന്റേണൽ നോൺ മെറ്റീരിയൽ ഗുഡ് ഉണ്ട്, ഫ്രീ ഗുഡ് ഉണ്ട്. അതേതാന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇനി പേഴ്സണൽ ആയിട്ട് ട്രാൻസ്ഫർ ആയിട്ടുള്ള സാധനം ഗുഡ് വിൽ ഓഫ് എ ബിസിനസ്. ഞാനിപ്പോ ഒരു കമ്പനി, ഇപ്പൊ KFC ഫോർ എക്സാമ്പിൾ, KFC ഉണ്ടാക്കി, അതിന്റെ ഓണർഷിപ്പ് അല്ലെ അതിന്റെ പ്രൊപ്പറേറ്റർഷിപ്പ് ആള് മാറിയാലും KFC എന്ന് പറഞ്ഞ ബ്രാൻഡിനാണ് അവിടെ വാല്യൂ, അല്ലെ? ഗുഡ് വിൽ ഓഫ് എ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, പക്ഷെ അതൊരു പേഴ്സണൽ ആണ്, അത് എക്സ്റ്റേണലും ആണ്. ഓക്കെ, ഇനി ഇന്റേണലി ഉള്ളതാണ് നമ്മളുടെ ക്വാളിറ്റീസ്. ഇന്റേണലി എന്ന് പറയുന്നത് മിക്കതും ക്വാളിറ്റീസ് ആണ്. അപ്പൊ അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്റെ ബുദ്ധി അല്ലെ എന്റെ വിവരവും അത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാം, പക്ഷെ അത് എനിക്ക് ഇന്നേറ്റിൽ ഉള്ളതാണെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതേ സമയത്ത് ട്രാൻസ്ഫർ തന്നെ ഫ്രണ്ട്ഷിപ്പ്, കറേജ്, അത് പേഴ്സണൽ ആണ്. പേഴ്സണൽ ആയിട്ടുള്ളതാണ് ഈ ഫ്രണ്ട്ഷിപ്പ്, കറേജ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി
അണ്ടർ ദി കാർഡിനൽ അപ്രോച്ച് യൂട്ടിലിറ്റി ഈസ് മെഷേർഡ് ഇൻ. ഇത് എന്തുകൊണ്ടായിട്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഓപ്ഷനിൽ ഇത് സംഭവം സിമ്പിൾ ആണ്. ഇപ്പൊ പഠിച്ച ഒരാൾക്ക് ഇത് വളരെ എളുപ്പമാണ്. ജസ്റ്റ് പക്ഷെ നിങ്ങളിപ്പം പെട്ടെന്ന് ഓടിച്ചു വിട്ട് എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങളിപ്പോ ഈ സംഭവം നോക്കിയില്ല എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരിക്കും, പക്ഷെ സിമ്പിൾ ആയിട്ട് തെറ്റിക്കാൻ പറ്റും. കാരണം കാർഡിനൽ റാങ്ക് എന്ന് പറയുന്ന സാധനം ഇല്ല യഥാർത്ഥത്തിൽ, പക്ഷെ യൂട്ടിൽസ് എന്ന് പറഞ്ഞാൽ ഉണ്ട്. ഇപ്പൊ കാർഡിനൽ എന്ന് കണ്ടുകൊണ്ട് കാർഡിനൽ അപ്രോച്ച് കയറി കുത്തരുത്, അതുകൊണ്ടാണ് അത് ഇട്ടത്. ഇൻഡിഫറൻസ് കർവിൽ ഒരിക്കലും കാർഡിനൽ അപ്രോച്ച് വരുന്നില്ല, അത് ഓർഡിനൽ ആയതുകൊണ്ട് അതെന്തായാലും വരില്ല. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റും വേറെ തന്നെ. അത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ, ഒരു പർട്ടിക്കുലർ കാര്യം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുക, ഈ ക്ലാസ് കേൾക്കുന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു കിട്ടേണ്ട ഒരു ഇൻകമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു നേട്ടം ഉണ്ടാവുമല്ലോ. ആ നഷ്ടപ്പെട്ട നേട്ടത്തെയാണ് അതിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ നെൽകൃഷി ചെയ്യുന്ന ഒരാളാണ് വെക്കുക. നെൽകൃഷി ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം, അവിടെ നെല്ല് കൃഷി ചെയ്ത് അയാൾക്ക് ഒരു ഇൻകം 50,000 രൂപ കിട്ടുമെന്നിരിക്കാം. അതേ സ്ഥലത്ത് അയാൾ പയർ കൃഷി ചെയ്യുന്ന അയാൾക്ക് 30,000 രൂപ കിട്ടുമായിരുന്നെങ്കിൽ ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ഫോർഗോൺ ഫോർ കൾട്ടിവേറ്റിംഗ് എന്ത്, നമ്മളുടെ പയർ. ഈ പയർ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഒരു പൈസ ഉണ്ടല്ലോ, ആ 30,000 ആണ് അതിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ കൺസെപ്റ്റ് ആണ് അത്. നമുക്ക് അത് ആവശ്യമില്ല, ജസ്റ്റ് ഓപ്ഷൻസ് അങ്ങനെ കിട്ടുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് യൂട്ടിൽസ് ആണ് അതിന്റെ ഉത്തരം, കാർഡിനൽ റാങ്ക് അല്ല. അതൊന്നും അറിഞ്ഞിരിക്കുക. ഇനി വിച്ച് വയലേറ്റ്സ് ദി ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഏതാണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ ബ്രേക്ക് ചെയ്യുന്നതാണ്? അതൊരു ആപ്ലിക്കേഷൻ ലെവലിൽ അങ്ങ് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. കൺസ്യൂമിങ് സക്സസീവ് ഐസ്ക്രീംസ് റിഡ്യൂസസ് എൻജോയ്മെന്റ്. ഞാൻ ഐസ്ക്രീം കഴിച്ചുകൊണ്ടേ ഇരിക്കുമ്പം എനിക്ക് അതിന്റെ സ്വാദ് നഷ്ടപ്പെടുന്നു, അതിന്റെ എൻജോയ്മെന്റ് നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് LDMU ആയിരിക്കുമോ? അതെ, LDMU ആണ്. കാരണം എന്തുകൊണ്ടാ, എനിക്ക് ഒരു സാധനം കൺസ്യൂം ചെയ്യുന്നു, യൂട്ടിലിറ്റി കുറയുന്നു. പിന്നെ സ്റ്റാമ്പ് കളക്ടർ വാല്യൂസ് ഈച്ച് ന്യൂ സ്റ്റാമ്പ് മോർ എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ സ്റ്റാമ്പ് കളക്ട് ചെയ്യുമ്പോഴും എനിക്ക് ഓരോ പുതിയ സ്റ്റാമ്പിനും എനിക്ക് കൂടുതൽ വാല്യൂ കിട്ടുന്നു. അത് LDMUവിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് വയലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാ, സ്റ്റാമ്പ് കളക്ടർക്ക് വീണ്ടും വീണ്ടും ഓരോ സ്റ്റാമ്പ് കിട്ടുമ്പം അതിന് വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയെ സംബന്ധിച്ച് അത് തെറ്റാ. അയാൾക്ക് കൂടാം, ചിലപ്പം അയാൾക്ക് ആദ്യം കിട്ടിയത് ഇന്ത്യയുടെ സ്റ്റാമ്പ് ഇംഗ്ലണ്ടിന്റെ റഷ്യയുടെ ഹെൽവേഷ്യയുടെ ഒക്കെ ആണ് നോക്കുക. പെട്ടെന്ന് അയാൾക്ക് ഒരു ഓവൽ ഷേപ്ഡ് ഒരു എന്താ പറയണ്ട ഒരു ഒമാന്റെ സ്റ്റാമ്പ് കിട്ടി, അല്ലെങ്കിൽ നിക്കാറഗുവയുടെ സ്റ്റാമ്പ് കിട്ടി. സ്റ്റാമ്പ് കിട്ടിയ അയാൾക്ക് എന്താ, അത് കൂടുതൽ പ്രഷ്യസ് ആണ് അയാൾക്ക്. അത് വരാം, അതാണ് പറയുന്നത് അയാളുടെ ഒരു പേഴ്സണൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എല്ലാം എന്തെന്ന് പറയുന്നത്. എല്ലാം നമ്മൾ ഈ ലോ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ജനറലൈസ്ഡ് ആയിട്ടാണ്. അപ്പൊ അതിനൊക്കെ ഇത് വരാം. അപ്പൊ നമ്മൾ ഓർക്കണം. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പൊ അയാളുടെ റാഷണൽ ബിഹേവിയർ ഓർത്തിട്ടല്ല പറയുന്നത്, വാല്യൂ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ഈച്ച് ന്യൂ സ്റ്റാമ്പ് മോർ എന്ന് പറഞ്ഞാൽ അത് വയലേഷൻ ആണ്. ഇനി ഇനി ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ ഓപ്ഷൻ കണ്ട് ഇത് ശരിയാണെന്ന് ഞാനിപ്പോ പറഞ്ഞു, പക്ഷെ നിങ്ങൾ ഇത് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്നും മനസ്സിലാക്കണം, അടുത്ത ഓപ്ഷനോടെ വായിക്കണം. കാരണം ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചിലപ്പോൾ ഈ ഓപ്ഷൻസ് വായിക്കുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. കാരണം ഈറ്റിംഗ് പിസ്സ സ്ലൈസസ് അൺടിൽ ഫീലിംഗ് ഫുൾ എന്ന് പറയുന്നത് വെച്ചോ, നമ്മൾ ഫുൾ ആവുന്നത് വരെ പിസ്സ സ്ലൈസസ് കഴിച്ചു എന്ന് വെച്ചാൽ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നാണ് അവിടെ അർത്ഥം. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഫുൾ ആവുന്നത് വരെ കഴിക്കുന്നുള്ളൂ എന്നാണ് ചിന്തിക്കേണ്ടത്, അല്ലാണ്ട് ഫുൾ ആവുന്നത് വരെ കഴിച്ചു എന്നുള്ളതല്ല ചിന്തിക്കുന്നത്. ഫുൾ ആവുന്ന വരെ കഴിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞാൽ അത് LDMUവിന് കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള സാധനമാണ്, അതിൽ വയലേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഓക്കെ, ഹോബീസ് മീൻസ് പ്രിഫറിംഗ് ദ ഫസ്റ്റ് മൂവി ഇൻ എ സീരീസ് ഓർ സീക്വൽസ്. അപ്പം അത് എന്താ പ്രിഫറിംഗ് ദ ഫസ്റ്റ് മൂവി ഇൻ എ സീരീസ് ഓർ സീക്വൽസ്, ആദ്യത്തെ മൂവിക്ക് കൂടുതൽ മാർജിനൽ യൂട്ടിലിറ്റി ഉണ്ടെന്നാണ് അവിടെ കാണിക്കുന്നത്. അതൊക്കെ എന്താണ് LDMUവിന്റെ ആപ്ലിക്കേഷൻ തന്നെയാണ്. ആപ്ലിക്കേഷൻ നല്ല നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് പറയാം. ഓക്കെ, ഇനി അടുത്തൊരു കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് പ്രാക്ടിക്കൽ ലെവലിലാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. സിമ്പിൾ ആയിട്ട് ഇടാവുന്നേ ഉള്ളൂ. ഇപ്പൊ വാട്ട് ഈസ് പോസിറ്റീവ് എക്കണോമിക്സ്, വാട്ട് ഈസ് നോർമേറ്റീവ് എക്കണോമിക്സ് ചോദിക്കാവുന്നേ ഉള്ളൂ. അത് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ നോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്താണ് പോസിറ്റീവ് എക്കണോമിക്സ്, എന്താണ് നോർമേറ്റീവ് എക്കണോമിക്സ് അറിഞ്ഞിരിക്കുക. നമ്മളൊരു ഒരു കാര്യം ഇങ്ങനെയാണ് എന്ന് പറയുന്ന മീൻസ് ഒരു ഫാക്ട് ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് വെക്കുക. അത് ഇപ്പം എന്താ കോൾഗേറ്റ് പേസ്റ്റിൽ കാൽഷ്യം 40% ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് എക്കണോമിക്സ് ആണ്. സ്റ്റേറ്റിംഗ് എ ഫാക്ട് ആണ് പോസിറ്റീവ് എക്കണോമിക്സ്. അപ്പം കോൾഗേറ്റ് എന്ന് പറയുന്ന പേസ്റ്റിൽ കാൽഷ്യം ഇൻക്രീസ് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയുന്നത് നോർമേറ്റീവ് എക്കണോമിക്സ് ആണ്.
സ്റ്റഡീസ് വാട്ട് ഓട്ട് ടു ബി. അത് അങ്ങനെ ഒരു ഒപ്പീനിയൻ പറയാന്ന് വെച്ചോ, ഒരു ഒപ്പീനിയൻ ആണ് ഞാനിപ്പോ പറഞ്ഞതല്ലേ, അങ്ങനെ വന്നാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇന്ന പ്രോഗ്രാം അല്ലെങ്കിൽ ഇന്നൊരു പോളിസി ഇറക്കിയാൽ അത് ജനങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന് പറയുന്നത് ഒരു നോർമേറ്റീവും, അത് നടപ്പിലാക്കി അതൊരു ഫാക്ട് ആക്കി പറയുന്നത് എന്താണ്, അത് പോസിറ്റീവ് എക്കണോമിക്സ് ആണ്. അപ്പം സബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത് വെച്ചാൽ ഓരോ വ്യക്തിക്ക് അനുസരിച്ച് മാറുന്ന എന്താണ് നോർമേറ്റീവ് എക്കണോമിക്സ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ എന്റെ ഒപ്പീനിയൻ ഇങ്ങനെ, അത് പോളിസി ഓറിയന്റഡ് ആയിട്ട് എനിക്ക് വേണം മാറ്റാം. പക്ഷെ ഈ ഇപ്പം പറയാണ് ജി ഡി പി ഓഫ് ഇന്ത്യ ഫോർ അഗ്രികൾച്ചറിന്റെ GDP എന്ന് പറയുന്നത് 18%, 17 to 18% എന്ന് പറയുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് മാറുമ്പോൾ മാറ്റാനൊന്നും പറ്റത്തില്ല. അത് വളരെ എന്താ പറയുക, അതൊരു പോസിറ്റീവ് എക്കണോമിക് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തുകൊണ്ടാണ്? അതൊരു പർട്ടിക്കുലർ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കേസാണ്. പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ 45% ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന അഗ്രികൾച്ചറിലേക്കാണ് എന്ന് പറയാൻ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ഫാക്ട് വെച്ചാണ് പറയുന്നത്. അപ്പൊ ഒരു പെർസെന്റേജ് ഒക്കെ വരികയാണ്, നിങ്ങൾ ഓർക്കുക അതൊരു പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഓപ്ഷൻസ് വായിക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ എക്സാമ്പിൾസ് വായിക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പൊ ഒബ്ജക്റ്റീവ് ഏത് സബ്ജക്റ്റീവ് ഏതെന്നുള്ളത് ഓർത്തിരിക്കണം. അപ്പൊ ഇതിനകത്ത് ഉത്തരം ഏതാ വരിക? നോർമേറ്റീവ്. ഒരു സ്റ്റേറ്റ്മെന്റ് പ്രോഗ്രസീവ് ടാക്സ് റെഡ്യൂസസ് ഇൻകം ഇൻഇക്വാലിറ്റി. ബാക്കി എല്ലാം എന്താണ്? ഒരു 1% പേ, 40% ഇൻകം ടാക്സ്. അപ്പം ഇനി ടാക്സ് റവന്യൂ ഇൻക്രീസ് ബൈ 5% ലാസ്റ്റ് ഇയർ. അപ്പൊ ഇതെല്ലാം എന്താണ്? 5% കൂട്ടി, 70% കുറഞ്ഞു, അല്ലെങ്കിൽ പീക്കിലെത്തി 1% കൂട്ടി, അപ്പൊ 40% ഇൻകം ടാക്സ് അടക്കേണ്ടി വന്നു എന്ന് പറയുന്നതൊക്കെ എന്താണ്? അതെല്ലാം പോസിറ്റീവ് എക്കണോമിക്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് തിരിയരുത്, കാരണം ഇപ്പൊ കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. പോസിറ്റീവ് എക്കണോമിക്സ്, നോർമേറ്റീവ് എക്കണോമിക്സ് എപ്പോഴും നമ്മൾ മറന്നു പോകാൻ സാധ്യതയുള്ളതാണ്. ഏതാണ് ഏത് എന്നുള്ളത്. നമ്മളിപ്പോ വാട്ട് ഓട്ട് ടു ബി എന്ന് പറഞ്ഞാലും നമ്മൾ ഓർക്കത്തില്ല. വാട്ട് ഓട്ട് ടു ബി ഏതാണെന്നുള്ളത് അവർ ചോദിക്കുവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മളുടെ ഒപ്പീനിയൻ ആയിട്ട് പറയുകയാണെങ്കിൽ അത് നോർമേറ്റീവ് ആണ്. പോസിറ്റീവ് ആയിട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഫാക്ട് ആണ് എന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് എക്കണോമിക്സ് ആണ്. ഓക്കെ, ഇനി ഇതേ ആസ്പെക്റ്റിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്ക്. ഗവൺമെന്റ് ഷുഡ് സബ്സിഡൈസ് എഡ്യൂക്കേഷൻ. ഇത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കോ, നോർമേറ്റീവ് ആയിരിക്കോ, അതോ കാർഡിനൽ യൂട്ടിലിറ്റി ക്ലെയിം ആയിരിക്കോ, അതോ ഓർഡിനൽ യൂട്ടിലിറ്റി ക്ലെയിം ആയിരിക്കോ? ഇതും എന്താണ്? നോർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തുകൊണ്ടാ? സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് ഉത്തരം അറിയാൻ പറ്റുന്ന കേട്ടോ. നിങ്ങൾക്ക് പിന്നെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഒന്നും ഇട്ടത്. കാരണം ഗവൺമെന്റ് സബ്സിഡൈസ് ചെയ്യണം എഡ്യൂക്കേഷനെ എന്ന് പറയുന്നത് ഒരു നോർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഗവൺമെന്റ് ഹാസ് സബ്സിഡൈസ്ഡ് എവറി പബ്ലിക് സെക്ടർ എഡ്യൂക്കേഷൻ സെക്ടേഴ്സ് എന്ന് പറഞ്ഞു വെച്ചോ. സബ്സിഡൈസ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അത് സ്റ്റേറ്റ്മെന്റ് മാത്രം, അതിനകത്ത് ഒരു പെർസെന്റേജ് പോലും ഇല്ല. പക്ഷെ അത് എന്താണ്? അതൊരു പോസിറ്റീവ് എക്കണോമിക്സ് ആണ്. കാരണം അത് ഷുഡ് എന്ന് പറഞ്ഞിട്ടല്ല, അത് ചെയ്തു എന്ന് പറയാണ്. ഗവൺമെന്റ് ചെയ്തൊരു കാര്യം, അതൊരു എന്താണ്? വാട്ട് ഓട്ട് ടു ബി അല്ല, വാട്ട് ഈസ് ആണ്. ഓക്കെ, നമ്മൾ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഫൈനൽ ക്വസ്റ്റ്യനുകൾ ഓക്കെ, 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളു. അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്യാം. ഇനി ഈ ക്വസ്റ്റ്യൻ ഇത് ഞാൻ പറഞ്ഞു ഓൾറെഡി. LDMUവിന് നമ്മൾ LDMU ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. MUX ഗ്രേറ്റർ ദാൻ PX ആണെങ്കിൽ എന്താ അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇതേ കൺസെപ്റ്റ് ഓറിയന്റഡ് ചെയ്ത് നമുക്ക് ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റിയിൽ 2 ഗുഡ്സിന്റെ കേസിൽ പറയാണ്. എക്സ് എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റിയും വൈ എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റി. ഓക്കെ, അവിടെ MUX/PX ഗ്രേറ്റർ ദാൻ MUY/PY ആണെങ്കിൽ കൺസ്യൂമർ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. കൂടുതൽ വൈ മേടിക്കണോ, കൂടുതൽ എക്സ് മേടിക്കണോ, അതോ കുറവ് എക്സ് മേടിക്കണോ, കുറവ് വൈ മേടിക്കണോ എന്നുള്ളത് ഒരു ഓപ്ഷൻ ആക്കാം. അല്ലെങ്കിൽ രണ്ട് കൺസ്യൂം ചെയ്യാതിരിക്കണോ, സ്റ്റോപ്പ് കൺസ്യൂമിങ് ബോത്ത്, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്താൽ ഇക്വിലിബ്രിയത്തിൽ എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇവിടെ ഇതെന്താ ചോദ്യം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ മാക്സിമൈസിങ് യുവർ യൂട്ടിലിറ്റി, അതാണ് കൺസ്യൂമേഴ്സ് ചോയ്സ് റൂൾ എന്ന് പറയുന്നത്. നമ്മളുടെ യൂട്ടിലിറ്റി അവിടെ മാക്സിമൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ MUX/PX എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇപ്പൊ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി 18 രൂപയാണെന്ന് വെക്കുക. ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി 18 രൂപ, മറ്റേത് ഒരു 9 രൂപയാന്ന് വെക്കുക. ഓക്കെ, അപ്പം ഞാൻ MUX എനിക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി ബൈ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്, ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റിന്റെ ഞാൻ അതിന്റെ യൂണിറ്റ് പ്രൈസ് കൊണ്ട് അതിന്റെ മാർജിനൽ യൂട്ടിലിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, മാർജിനൽ യൂട്ടിലിറ്റിയെ യൂണിറ്റ് പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം വൈ എന്ന് പറയുന്ന പ്രോഡക്റ്റിൽ കിട്ടുന്ന ആ യൂട്ടിലിറ്റി ഉണ്ടല്ലോ, അതിന്റെ പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതലാണ് എക്സിന്. എന്ന് പറഞ്ഞാൽ വൈയെക്കാട്ടിലും എനിക്ക് കൂടുതൽ താല്പര്യം എക്സിനോടാണെന്നാണ്. മനസ്സിലായോ? ഇപ്പൊ MUX/PX ഗ്രേറ്റർ ദാൻ MUY/PY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ അഡീഷണൽ ഒരു യൂണിറ്റ് പ്രൈസ് ഓഫ് എക്സിൽ കിട്ടുന്ന യൂട്ടിലിറ്റി വളരെ കൂടുതലാണെന്നാണ്. അപ്പൊ നമ്മൾ എവിടെ എന്താ ചെയ്യണം? നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് യൂട്ടിലിറ്റി കൂടി നിൽക്കുകയാണെങ്കിൽ അത് കുറയ്ക്കണമെങ്കിൽ അതിനെ കൂടുതൽ കൺസ്യൂം ചെയ്യണം. കൺസംഷൻ ഇൻക്രീസ് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ?
യൂട്ടിലിറ്റി കുറയത്തുള്ളൂ. അതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പറയുന്നത്. ആ സിമ്പിൾ കൺസെപ്റ്റ് ആണ് നമ്മൾ ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റിയിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ യൂട്ടിലിറ്റി കുറയ്ക്കും. എങ്ങനെ കുറയ്ക്കും? കൺസ്യൂം ചെയ്യും. ഏതിനെ? ഗുഡ് എക്സിനെ കൂടുതൽ കൺസ്യൂം ചെയ്യും. അതാണ് ഇവിടെ കേൾക്കുന്നത്. എം യു എക്സ് ബൈ പി എക്സ് ഗ്രേറ്റർ ദാൻ എം യു ബൈ പി വൈ. സ്പെൻഡിങ് ഈസ് നോട്ട് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടില്ല. അപ്പൊ എന്താണ് കറക്റ്റ് ആക്ഷൻ? എന്താ? ബൈ മോർ ഓഫ് ഗുഡ് എക്സ്. അതുവഴി എന്ത് സംഭവിക്കുന്നു? നമ്മളുടെ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ ഫംഗ്ഷൻ ചെയ്യുകയും അത് അവസാനം ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു. എങ്ങനെ ഇക്വിലിബ്രിയത്തിൽ എത്തും? എം യു എക്സ് ബൈ പി എക്സ് ഇസ് ഈക്വൽ ടു എം യു ബൈ പി വൈ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തുന്നു. അതുവഴി കൺസ്യൂമർ എന്താണ്? ലാസ്റ്റ് റുപ്പി സ്പെൻഡ് ഓൺ ഈച്ച് ഏതൊരു കമ്മോഡിറ്റിയിൽ സ്പെൻഡ് ചെയ്താലും അയാൾക്ക് എന്ത് കിട്ടുന്ന ഡെറൈവ് ചെയ്യുന്ന യൂട്ടിലിറ്റി സെയിം ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു കോൺസെപ്റ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അടുത്ത വിച്ച് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് വെൽത്ത്. വെൽത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്ത ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇത് നമ്മൾ വെൽത്തിനെ വെൽത്തിന്റെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. പിന്നെ വെൽത്തും വെൽഫെയറും തമ്മിൽ പറയുന്നുണ്ട്. അപ്പം ഇതിൽ ഓപ്ഷൻസ് ഒക്കെ സ്കേഴ്സിറ്റി വെൽത്തിന്റെ ക്യാരക്ടർ ആണോ എന്ന് നോക്കുക. ട്രാൻസ്ഫറബിലിറ്റി, സബ്ജക്റ്റീവ്, പിന്നെ എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത്. വെൽത്തിന്റെ ക്യാരക്ടറായിട്ട് വരാത്തത് ഇതിനകത്ത് സബ്ജക്റ്റീവ് യൂട്ടിലിറ്റി മാത്രമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സബ്ജക്റ്റീവ് എന്ന് പറയുന്ന നേച്ചർ എന്താ? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകുമ്പം അത് വ്യത്യാസം വരണം എന്നുള്ളതാണ്. വെൽത്ത് ഇപ്പം ഒരു പേനയുടെ പൈസ 10 രൂപയാണെങ്കിൽ അത് എനിക്കും 10 രൂപ, അത് വേറെ ആൾക്കും 10 രൂപ. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. ഇപ്പൊ പേന ഒരു വെൽത്ത് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലാൻഡ് എന്ന് പറയുന്ന സാധനം, ലാൻഡിന്റെ പ്രോപ്പർട്ടി, അപ്പൊ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ പർട്ടിക്കുലർ പ്ലേസിൽ അതിന് 1,00,000 രൂപയാണ് ആ ലാൻഡിനെങ്കിൽ ആ ലാൻഡിന്റെ പ്രൈസ് അതാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും മാറ്റാനില്ല. ആ വെൽത്തിന് മാറ്റമില്ല. പേഴ്സൺ ടു പേഴ്സൺ വരുമ്പോൾ മാറില്ല. അതുകൊണ്ട് അത് ഒബ്ജക്റ്റീവ് ആണ്. മനസ്സിലായി? അത് സബ്ജക്റ്റീവ് അല്ല. അപ്പൊ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ ടു പേഴ്സൺ എന്താണ് ക്യാരക്ടറിസ്റ്റിക് അല്ലാത്ത. അപ്പം വെൽത്ത് ഇസ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ പേഴ്സൺ ടു പേഴ്സൺ മാറില്ല വെൽത്ത് എന്ന് പറഞ്ഞാൽ. പക്ഷെ വെൽഫെയർ മാറും. വ്യത്യാസമുണ്ട് അവിടെ. മനസ്സിലായി? വെൽഫെയർ ഈസ് സബ്ജക്റ്റീവ്. പേഴ്സൺ ടു പേഴ്സൺ ചേഞ്ച് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് വെൽഫെയർ എന്ന് പറയുന്നത്. അപ്പം വെൽത്ത് ഈസ് എൻ എക്കണോമിക് ഗുഡ്. അപ്പൊ അത് ജസ്റ്റ് നോക്കുക. വെൽത്ത് ഈസ് എൻ എക്കണോമിക് ഗുഡ് വിച്ച് ഈസ് ഈസിലി ട്രാൻസ്ഫറബിൾ മെറ്റീരിയൽ ഗുഡ് ആണത്. അപ്പൊ അതിനെന്താണ്? യൂട്ടിലിറ്റി പൊസസ് ചെയ്യണം, സ്കേഴ്സ് ആയിരിക്കണം. കാരണം എന്നാലേ അതിനൊരു ഇതുണ്ടാവുള്ളൂ. ട്രാൻസ്ഫറബിൾ ആയിരിക്കണം, എക്സ്റ്റേണൽ ടു പേഴ്സൺ ആയിരിക്കണം. പേഴ്സണിന് ഇന്നേറ്റ് ക്വാളിറ്റി ആവരുത് വെൽത്ത് ആയിട്ട് പറയുമ്പോൾ. നമ്മൾ സ്കില്ലൊന്നും പറയരുത്. അപ്പൊ വെൽഫെയർ എന്ന് പറയുമ്പോൾ എന്താ? വെൽഫെയർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവ് ആണ്. അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറുമ്പം അത് എന്താവണം? അത് ഡിഫർ ചെയ്യണം. ആ ഇതെന്ന് പറയുന്നത് അതാണ് നമ്മളവിടെ പറയുന്ന ബേസിക് ഇതെന്ന് പറഞ്ഞാൽ. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഈ ഒരു സെഷനിൽ ബേസിക് ഐഡിയാസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇനി നമ്മൾ കവർ ചെയ്യാത്ത ഇപ്പം ഡിമാൻഡ്, കൺസ്യൂമർ സർപ്ലസ്, സപ്ലൈ, അതൊക്കെ ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഡൗട്ട് വരാവുന്ന കേസുകൾ, ഒന്ന് നമ്മളുടെ ഡെഫിനിഷൻസ് എല്ലാം പഠിക്കുക തന്നെ വേണം. കാരണം ഡെഫിനിഷൻസ് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം വെൽത്തും വെൽഫെയറും ഡെഫിനിഷൻ, ഈ എക്കണോമിക്സിൽ തന്നെ വെൽത്ത്, വെൽഫെയർ, സ്കേഴ്സിറ്റി, മറ്റേ ഗ്രോത്ത് ഡെഫിനിഷൻ, ഇതൊക്കെ ആരാണ് കൊണ്ടുവന്നത്? ആഡം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ, ലേണൽ റോബിൻസ്, പോൾ സാമുൽസൺ. അങ്ങനെ നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ എന്താ പറയണ്ടേ, പല വെൽത്തിന് തന്നെ പല ടൈപ്പ് വെൽത്ത് പറഞ്ഞു. ഇൻഡിവിജ്വൽ വെൽത്ത്, നാഷണൽ വെൽത്ത്. ഇപ്പൊ കോസ്മോപൊളിറ്റൻ വെൽത്തിനെ എന്തുകൊണ്ട് ഇട്ടെന്ന് വെച്ചാൽ കോസ്മോപൊളിറ്റൻ എന്ന് പറയുന്ന വാക്ക് എപ്പോഴും പരിചിതം ആവണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് അറിയായിരിക്കും, സിമ്പിൾ സാധനമായിരിക്കും. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ അത് എളുപ്പമാണ് എന്ന് വിചാരിക്കരുത്. കാരണം അറിയാവുന്നവര് ഇറ്റ്സ് ഓക്കെ, ഫൈൻ, നാച്ചുറൽ, അത് വിട്ടേരെ, കുഴപ്പമില്ല. പക്ഷെ അറിയാത്തവരും ഉണ്ടെങ്കിൽ അറിയാത്തവർ അതൊന്ന് ഫെമിലറൈസ് ചെയ്ത് തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം എടുക്കാം. പിന്നെ എക്കണോമിക്സിലെ ക്വസ്റ്റ്യൻസ് യൂഷ്വലി ടഫ് ആണെങ്കിൽ പോലും, ബട്ട് ഇറ്റ്സ് നോട്ട് അത്ര ടഫ് അല്ല. ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കുന്ന ഒരാൾക്ക് എഴുതാൻ പറ്റും. പക്ഷെ ഒരു ഐഡിയ ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്കൊന്ന് വായിച്ചാൽ മനസ്സിലായാലല്ലേ നമുക്ക് കുത്താൻ പറ്റും. അപ്പം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിപ്പം ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റിയിൽ ബൈ മോർ ഓഫ് എക്സ് ആണോ വൈ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ പറയും? നമുക്ക് പറയാൻ പറ്റില്ല. അത് പർട്ടിക്കുലർലി ആ തിയറിയും കൂടെ മനസ്സിലാക്കിയാലേ പറ്റത്തുള്ളൂ. അപ്പൊ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അത് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിമാൻഡ്, കൺസ്യൂമർ സർപ്ലസ്, അതൊക്കെ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. താങ്ക് യു.